ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ, ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ ശ്രീരാധേ. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്ന എല്ലാവരുടെ പാദത്തിലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ടാണ് ഒരു മനുഷ്യന് സത്സംഗത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കണത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിരുന്നു. അപ്പം ഇങ്ങനെ നോക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മളൊരു സത്സംഗത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ അത്രയും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ്. നാമം ജപിക്കാൻ സാധിക്കുക, സത്സംഗത്തിലിരിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ തന്നെ എത്രയോ. കൃഷ്ണൻ എന്ന ആ ഒരു പേര് ഉച്ചരിക്കണമെങ്കിൽ തന്നെ ജന്മജന്മാന്തര സുഹൃതം വേണം എന്ന് പറയാം. അപ്പം ആ ഭഗവാന്റെ കഥകൾ കേൾക്കാനും സത്സംഗത്തിലിരിക്കാനും അത്ര ജന്മസുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നിരിക്കെ നമുക്കൊക്കെ ഭഗവാന്റെ നാമം ജപിക്കാനും ഭാഗവതം വായിക്കാൻ കഥകൾ കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ അപാര സുഹൃതം ചെയ്തവരാണെന്ന്. സുഹൃതം കൊണ്ട് മാത്രമല്ല ഇത് കേൾക്കാൻ സാധിക്കണേന്നും ഭഗവാൻ പറയേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ അപാരമായ കൃപ, കാരുണ്യം അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് തന്നെ ഒരു അടിസ്ഥാനം. അത് തന്നെയാണ് ഭഗവാന്റെ ആ കാരുണ്യമാണ് എല്ലാം. സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പരമാത്മ ചൈതന്യം, ആ ചൈതന്യത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ആ ഒരു ചൈതന്യത്തിൽ നിന്നുണ്ടായി ആ ചൈതന്യത്തിലേക്ക് തിരിച്ച് ചൈതന്യത്തിൽ തന്നെ എല്ലാം വിലയം പ്രാപിക്കുകയാണ്. അപ്പോൾ അത് പടിപടിയായിട്ട് അപ്പോൾ അത് പടിപടിയായിട്ട് ആ ഒരു ചൈതന്യം നമ്മുടെ ചൈതന്യത്തിലേക്ക് ലയിക്കേണ്ട ഓരോ അവസ്ഥയിലൂടെ നീങ്ങുമ്പോൾ എത്രയോ ജന്മജന്മാന്തരങ്ങളിലൂടെയാണ് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത് എത്രയോ ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ്. ആ മനുഷ്യജന്മം ലഭിച്ചിട്ടും സുഹൃതം വേണം ആ ഭഗവാനെ അറിയാൻ. ആ കേവലം നശ്വരമായിട്ടുള്ള പലതിൻ്റെയും പിന്നാലെ നമ്മൾ പോയിട്ട് ഈശ്വരനെ അറിയാണ്ട് പോണ അവസ്ഥയാണ് നമുക്ക് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ അറിയണില്ല, പലതിൻ്റെ പിന്നാലെയും പോയിട്ട്. അപ്പോൾ അത് ഭഗവാൻ ആ പരമാത്മ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യം എന്നൊന്നും പറഞ്ഞാൽ അറിയാത്തൊരവസ്ഥയിൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഈ ഭാഗവതം ഇവിടെ ഭാഗവത സപ്താഹം തന്നെയാണ്. അത് ആ സമർപ്പിച്ച വേളയിൽ
ഒരു സപ്താഹ വേദിയിലിരുന്ന് തന്നെ ആ ഭഗവാന്റെ കഥകൾ നമുക്ക് പറയാനും കേൾക്കാനും സാധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് ആ കാരുണ്യത്തിൻ്റെ അല്ലേ. ഭാഗവതത്തിൽ ദശമസ്കന്ധം മുഴുവനും ഏറ്റവും അധികം അത് തന്നെയാണ് ഭഗവാന്റെ ലീലകളെയാണ് ധാരാളം പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഭാഗവതത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഈശ്വരൻ്റെ ലീലകളെയാണ്. ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. ആ അവതാരങ്ങളിലൊന്നും ഇത്രയ്ക്ക് മനോഹരമായ ലീലകളില്ല. ആ ലീലകൾ എന്തുകൊണ്ടാണ് അങ്ങനെ? കൃഷ്ണലീലകളുടെ ആ മഹത്വം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മോദ്ദേശം എന്താണ്? അവതാര ഉദ്ദേശം, ജന്മം എന്നല്ല അവതാര ഉദ്ദേശം അതെന്താണ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആ ഭഗവാന്റെ അപാരമായിട്ടുള്ള കാരുണ്യം നമുക്ക് അടുത്ത് അറിയാൻ സാധിക്കുന്നത്. ദശമത്തിൽ ഏകദേശം ഒരു 25 അധ്യായങ്ങളോളം ബാലലീലകളെ തന്നെ വർണ്ണിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും ധാരാളം കൃഷ്ണലീലകളെ വർണ്ണിക്കുന്നു. അപ്പോൾ എല്ലാവിധത്തിലുള്ള ഭഗവാന്റെ എല്ലാവിധത്തിലുള്ള ലീലകളെയും ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട് ആ ദശമസ്കന്ധത്തിലൂടെ. കൃഷ്ണാവതാരത്തിന് വേണ്ടിയിട്ടാണ് ഓരോ സപ്താഹങ്ങൾ തുടങ്ങുമ്പോഴും ആ 1-ാം ദിവസം തൊട്ടിട്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നതും നമ്മളെപ്പോലെ തന്നെ ആദ്യമായിട്ട് ഭാഗവതം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച പരീക്ഷിത്ത് കാത്തിരുന്നതും കൃഷ്ണാവതാരത്തിന് വേണ്ടിയിട്ടാണ്. ആ കൃഷ്ണനെ കേൾക്കാനും അറിയാനും അനുഭവിക്കാനും കൃഷ്ണാവതാരം. എന്താണ് കൃഷ്ണാവതാരം? അവതാരം എന്ന് പറഞ്ഞാൽ അവതരിക്കുക എന്ന് വെച്ചാൽ ആവിരാസീത്, ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ എപ്പോഴും അതെ ഏതോ കഥകളിൽ പറയായാലും ഭാഗവതത്തിൽ തന്നെ പറയുമ്പോഴും പറയും ആകാശത്ത് നിന്ന് വിമാനങ്ങളിൽ നിറഞ്ഞു നിൽക്കണു, ആകാശത്ത് നിന്ന് കാണണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ആകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിൽ ഈ കാണുന്നതാണ് ആകാശം എന്നാണ് നമ്മളുടെയൊക്കെ ഒരു ചിന്ത. അങ്ങനെയാണ് നമ്മളുടെയൊക്കെ ഉള്ളിൽ. പക്ഷെ ആവിരാസീത് അപ്പം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അവിടെ ആകാശത്ത് എന്ന് പറയുന്നത് ആകാശം എന്നുള്ളത് ആ ഒരു സ്പേസ് എന്നാണ് പറയണത്. അത് ആ ഒരു സ്പേസ് എവിടെയാണ്? ഭഗവാൻ എവിടെ നിന്നാണ് ഇറങ്ങി വന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഭഗവാൻ ഇറങ്ങി വന്ന ആ ഒരു സ്പേസ് വേറെ എവിടെയല്ല, നമ്മളുടെയൊക്കെ ഹൃദയ കുഹര മധ്യത്തിലാണ്. അവിടെയാണ് ഈശ്വരൻ്റെ സ്ഥാനം അല്ലേ. രാമായണം ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ എവിടെയാണ് ഭഗവാൻ ഇരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടണമെന്ന് ചോദിക്കുമ്പോൾ പറയണ്ടല്ലേ, ഭക്തിയോട് കൂടിയിട്ട് തന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സത്തുക്കളുടെ ഹൃദയമാണ് എൻ്റെ സുഖവാസ മന്ദിരം എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ എവിടെയാണ് ഇരിക്കണത്? എവിടെ നിന്ന് ഇറങ്ങി വന്നു? നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രകടമായി. അതാണ് ആവിരാസീത്. ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അല്ലാണ്ട് വേറെ എവിടെ നിന്നും അല്ല ഇറങ്ങി വന്നത്. ഈശ്വരൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഓരോ ജീവൻ്റെയും ഉള്ളിലാണ് ആ ഈശ്വരൻ ഇരിപ്പിടം. നമുക്ക് അവിടെ മാത്രം നോക്കാണ്ട് നമ്മൾ പല ദിക്കിലും ഈശ്വരനെ അന്വേഷിക്കണം. അപ്പം നമുക്ക് കണ്ടെത്താൻ സാധിക്കണില്ല. വിരാട് രൂപത്തെയൊക്കെ വർണ്ണിക്കുന്നുണ്ടല്ലേ, സർവ്വപ്രപഞ്ചത്തിൻ്റെയും ഓരോന്നും ഈശ്വരനായിട്ട് കണ്ട് എന്നൊക്കെ പറയണു. നമ്മൾ വാക്കുകൊണ്ട് പറയാം അതങ്ങനെയാണെന്ന് ചിന്തിക്കാം, കാണുന്നതൊക്കെയാണ് ചിന്തിക്കാം. പക്ഷെ അത് നമ്മുടെ അനുഭവത്തിൽ വരണില്ല. ഓരോ ജലം കാണുമ്പോൾ നദികൾ കാണുമ്പോഴും അതുപോലെ ആ നാഡീഞരമ്പുകളാണെന്നും ആ രക്തധമനികളാണെന്നും ഭഗവാന്റെ മുടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പറയാം, വായിക്കുമ്പോൾ ഒക്കെ അങ്ങനെ പറയും. പക്ഷെ നമുക്ക് നേരിട്ട് ഇവയൊക്കെ കാണുമ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അത്രയും നമ്മൾ ആ ഒരു തലത്തിലെത്തണം. എങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ സാധാരണക്കാരായ നമ്മൾക്ക് ഈ വിരാട് രൂപത്തിനെ ഒന്നും ധ്യാനം ചെയ്യാനൊന്നും സാധിക്കില്ല. എന്നിരിക്കെ ഭഗവാൻ ആവിരാസീത് ഇറങ്ങി വന്നു. എവിടെ വരെ ഇറങ്ങി വരുന്നു എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഏതറ്റം വരെയും ഇറങ്ങി വരുന്നതാണ്. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഓരോ ഭക്തൻ്റെയും ആ മാനസിക തലം എങ്ങനെയാണോ ആ തലം അനുസരിച്ചിട്ട്
എത്ര വേണമെങ്കിലും നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ആളാണ് ഭഗവാൻ. ശ്രീകൃഷ്ണ പരമാത്മാവ് അത്രയും നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഉയർത്തണം. ഓരോ അവതാരങ്ങളിലൂടെയൊക്കെ നോക്കുമ്പോഴും നമുക്ക് കാണാമല്ലേ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും അല്ലേ. കേവലം ആയിട്ടുള്ള മൃഗങ്ങളായിട്ട് മത്സ്യം, കൂർമ്മം, വരാഹം എന്നൊക്കെ യജ്ഞവരാഹം എന്നൊക്കെ പറയണമെങ്കിലും ശരിക്കും പറയും കാട്ടുപന്നി എന്നുള്ള ഒരവസ്ഥയിൽ വരെ ഭഗവാനെ സൂചിപ്പിക്കണവരുണ്ട്. അത്രയും താഴ്ന്നു വരണു അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം നമുക്ക് ലഭിച്ചാൽ, ഒരാളെ നമുക്ക് കൈ പിടിച്ച് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തിൽ നിന്ന് അല്പം ഒന്ന് താഴാൻ പോലും നമുക്ക് എത്ര പ്രയാസമാണ്. അയ്യോ, ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് താന്നിട്ട്, പക്ഷെ ഭഗവാൻ എല്ലാം ഉപേക്ഷിച്ച് നമ്മളിലൊരാളായിട്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും താന്ന് വരുന്നു വാമനമൂർത്തിയുടെ ഭാവം അല്ലേ. ഞാൻ ലോകാനാമേകമീശ്വരം എന്ന ഭാവത്തിലിരിക്കുന്ന ആ മഹാബലിയുടെ അടുത്തേക്ക് ഞാനിതാ ആ ഒരു കൊച്ചു ഭാവത്തിൽ ഈ ലോകത്തിൻ്റെ മുഴുവനും അടിസ്ഥാനം അല്ലേ, ഞാനെന്നതിനടിസ്ഥാനം അവിടുന്നല്ലയോ പ്രഭോ അല്ലേ. ആ ഞാൻ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഭഗവാനാണ് അല്ലേ. ഈ പ്രബോധം ഉളവാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ചൈതന്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ മറക്കുമ്പോൾ അതിനൊക്കെ അടിസ്ഥാനമായ ഭഗവാൻ കേവലം ഒരു ചെറിയ ബാലൻ്റെ രൂപത്തിൽ വന്നിങ്ങനെ നിൽക്കണം. ആ കാരുണ്യമാണ് അങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ വന്ന് നിൽക്കണം ആ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് നിൽക്കുമ്പോൾ, അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ ബലിയുടെ അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യണത് അല്ലേ. എന്ത് വേണമെങ്കിലും തരാം എന്ന് പറയണ ഒരു ഭാവം. എവിടെ ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എല്ലാം എൻ്റെ ആണെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുമ്പോൾ ബലിയോട് പറയണത് ഇതാ, നിൻ്റെ അഹംഭാവത്തിനേക്കാളും എത്രയോ വലുതാണ് എൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ പരമകാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമായിട്ടാണ് ത്രിവിക്രമരൂപം വരണത്. അപ്പോൾ ഭഗവാന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഭക്തൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ആ ഭക്തന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോന്നും ചെയ്യണത്. അപ്പോൾ ഭക്തൻ ഇറങ്ങി വരണമെങ്കിൽ നമ്മളുടെ തലത്തിലേക്കും ഒരുപക്ഷെ നമ്മുടെ തലത്തിന് താഴെയും കൂടി ഇറങ്ങി വന്ന് നമ്മളെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഒരൊറ്റ ഉദ്ദേശം ഭക്തനെ ഉദ്ധരിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ വേറെ ഒന്നും നോക്കണില്ല. ഭഗവാൻ ആ ഭക്തിയെ മാത്രമേ അടിസ്ഥാനമായിട്ട് നോക്കുള്ളൂ. അതിൻ്റെ അടിസ്ഥാനം ഭക്തി എത്രയുണ്ട്, ബാക്കി ഒന്നും ഭഗവാന് ബാധകമല്ല. എത്രയെത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഭക്തനായിട്ട് അറിയാണ്ട്. ഇപ്പം ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തിയായിട്ട് പറയണത്. ഗോപികയുടെ ഭക്തിയേക്കാളും വലിയൊരു ഭക്തി പറയാനില്ല. അവർക്ക് എന്തറിയാമായിരുന്നു? ഒന്നും അറിയണ്ടായിരുന്നില്ല. ആ ഗോപികമാർക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. യശോദയ്ക്ക് യശോദ ഗർഭിണിയായി ഒരു കുഞ്ഞുണ്ടാവാൻ പോണു. എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് നന്ദഗോപരുടെയും യശോദയുടെയും ഒരു തപസ്, നന്ദഗോപരുടെയും യശോദയുടെയും മനസ്സിൻ്റെ ഒരു വിശാല ഭാവം, അവരുടെ ഒരു എല്ലാവരോടുള്ള ഒരു സ്നേഹം. അപ്പോൾ അതിൽ അങ്ങനെയുള്ള വ്യക്തികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമല്ലേ. നമ്മൾ അങ്ങനെയുള്ളവരായിരിക്കണം. ആ ഒരു നന്ദഗ്രഹത്തിൻ്റെയൊക്കെ ഒരു നാഥനായിട്ട് അവരുടെയൊക്കെ ഒരു നേതാവായിട്ട് നിൽക്കുമ്പോൾ ആ നേതാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർവ്വസമ്മതനാവണം. അങ്ങനെയായിരുന്നു യശോദയും നന്ദഗോപരും. അവരെ സ്നേഹിക്കാത്തവർ ആ വ്രജത്തിലുണ്ടായിരുന്നില്ല. അവർക്കൊരു കുഞ്ഞില്ല എന്നുള്ളതിൻ്റെ ദുഃഖം, അവനവന് കുഞ്ഞില്ല എന്നുള്ള ദുഃഖം പോലെയായിരുന്നു ആ വ്രജത്തിലുള്ളവരുടെ മുഴുവൻ. അങ്ങനെയുള്ള ആ യശോദയ്ക്ക് ഒരു കുഞ്ഞ് ഉണ്ടാവാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ, യശോദയോടുള്ള സ്നേഹമാണ് അവരെ ആ കുഞ്ഞുണ്ടാവണേന്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്കൊരു കുട്ടി ഉണ്ടാവണു, അത് വർഷം അല്ലെ 10-15 വർഷം കുട്ടികളില്ലാണ്ടിരുന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്കാരും വേണ്ടി ഒരു കുട്ടി ഉണ്ടാവണം പറഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ആ കുട്ടിയെ കാണാൻ പോണ പോലെ തന്നെയായിരുന്നു ഈ ഗോപികമാർ ആദ്യമായിട്ട് ആ കൃഷ്ണനെ കാണാൻ പോയത്. അപ്പോൾ കേൾക്കണ ഒരു ഉണ്ണിയാണ് ഉണ്ടായത്. ആ ഉണ്ണിയുടെ അത്ഭുതങ്ങളാണ്. കണ്ണൻ നല്ല മനോഹരമായ കണ്ണാണ്. എപ്പോഴും കണ്ണു മിഴിച്ച് വരുന്നവരെയൊക്കെ നോക്കുന്നുണ്ട്, എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുറേ പേരത് വിശ്വസിക്കണു, കുറേ പേരത് വിശ്വസിക്കണില്ല. ഇന്ന് പ്രസവിച്ച കുട്ടി അർദ്ധരാത്രിക്ക് പ്രസവിച്ചു, രാവിലെ ആയപ്പോഴേക്കും എല്ലാവരെയും നോക്കുക, കണ്ണു മിഴിച്ച്
എല്ലാവരെയും നോക്കി ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാ അത് വിശ്വാസം ഉണ്ടാവുക? അപ്പോൾ അത് വിശ്വാസം ഇല്ലാണ്ട് അങ്ങനെ പല ഭാവത്തിൽ ആ സ്നേഹം ആരോടുള്ളതായിരുന്നു? യശോദോടും നന്ദഗോപരോടുള്ള സ്നേഹം. അങ്ങനെയാണ് കണ്ണനെ ഒന്ന് കാണാൻ പോയത്. പക്ഷേ കണ്ടവർ പിന്നെ കണ്ണെടുക്കാണ്ട് നോക്കാൻ, കണ്ടവർക്ക് എത്ര കണ്ടിട്ടും കൊതിയും തീരണില്ല. അതുപോലെ ആ കണ്ണൻ്റെ ആ അത്യത്ഭുതമായിട്ടുള്ള നാട്യവും നോട്ടവും ഒക്കെയാണ് ആകർഷിച്ചത്. അങ്ങനെ അവർക്ക് അപ്പോഴും ആ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സൗന്ദര്യമോ പ്രത്യേകമായിട്ടുള്ളൊരു വശ്യമായ പുഞ്ചിരിയോ വശ്യമായ നോട്ടം, അതിലൂടെയൊക്കെ അവരുടെ ഹൃദയത്തിനെ ഉണ്ണി ആകർഷിച്ചു. കേവലം ഒരു ഉണ്ണി നമുക്കും ഉണ്ടല്ലേ, അങ്ങനെ ഒരു കുട്ടിയെ കണ്ടാണി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് അനുഭവം, ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ ഇത്ര കൂടെ നമ്മുടെ കൂടെ ഉണ്ടായി, അത് നമ്മളോട് ചിരിക്കണു കളിക്കണു. അപ്പോൾ നമ്മളെ എല്ലാം മറന്ന് അതിനെ ഒരു സ്നേഹിക്കണം. അപ്പം ആ കുഞ്ഞ് ഒരു ഈശ്വരനാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, അങ്ങനെയൊന്നും നമുക്ക് തോന്നണില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താ ഭാവം പറയണേ? ഇതെൻ്റെ കുഞ്ഞ്, അങ്ങനെയാണ് തോന്നണേ, നമ്മളെ കുഞ്ഞാന്ന് തോന്നണം. ആ കുഞ്ഞ് ചിരിക്കണു, സ്നേഹത്തോട് കൂടിയിട്ട് വരുന്നു, മുത്തശ്ശി, മുത്തശ്ശ, ഏട്ടാ, ചേച്ചി എന്നൊക്കെ വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് നമ്മളെ വരുന്നു, കെട്ടിപ്പിടിക്കണു, ഉമ്മ വയ്ക്കണു പറയുമ്പോൾ നമുക്ക് ആ കുഞ്ഞിനോട് അത്രയും ഒരു ഇഷ്ടം സാധാരണ നിലയിൽ നോക്കുമ്പോൾ അതുപോലെ ഒരു ഇഷ്ടം തന്നെയായിരുന്നു ഈ ഗോപികമാർക്കും ഭഗവാനോടുണ്ടായത്. പിന്നെ ആ ഇഷ്ടം വളർന്ന് എപ്പോഴൊക്കെയോ ആ കൃഷ്ണൻ ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയെ. കാണും തോറും കൂടുതൽ കാണണം, കേൾക്കും തോറും കൂടുതൽ കേൾക്കണം, പറയും തോറും കൂടുതൽ പറയണം. അവർക്ക് വേറെ ഒന്നിനെയും പറ്റി പറയാനില്ല. അവർക്ക് ആദ്യമൊക്കെ പാലും മോരും ഒക്കെ വിറ്റ് ജീവിച്ചിരുന്നവരാ, പാലും മോരും വിൽക്കാനൊക്കെ പോകണു, വിറ്റു വരണു, അതൊരു സാധാരണ ജീവിതം പോലെ. പക്ഷേ ഉണ്ണിയുടെ കളിയെ പറ്റിയിട്ട്, ഉണ്ണിയുടെ ചിരിയെ പറ്റിയിട്ട്, ഉണ്ണിയുടെ ഓരോരോ നോട്ടങ്ങൾ, ഉണ്ണിയെ എടുക്കുമ്പോൾ ഉണ്ടാവണ ഓരോ അനുഭവങ്ങൾ, അതിന് തക്കതായിട്ടുള്ള അനുഭവങ്ങളും കാണിച്ചു കൊടുത്തു. പൂതനയായിട്ടും ശകടാസുരനായിട്ടൊക്കെ വന്ന് ഓരോ അനുഭവങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ ഇതിനെപ്പറ്റി പറയാം. അങ്ങനെ പറഞ്ഞ് എപ്പോഴൊക്കെയോ ആ ഉണ്ണി അവർക്ക് പ്രിയപ്പെട്ടതായി ആ ഉണ്ണിയെ വിട്ട് പിരിയാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയായി. സ്വന്തം ഗൃഹത്തിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഒരു പ്രത്യേക പ്രീതി ഈ ഉണ്ണിയോട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്ന് പിന്നീട് ഒരിക്കലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കത് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടാവും. അത് നഷ്ടപ്പെടുകയോ, നമുക്ക് പ്രിയപ്പെട്ട ഒരു സാധനമാണെങ്കിൽ അത് നഷ്ടപ്പെടരുത്. അതുപോലെ ഈ ഉണ്ണിയെയും നഷ്ടപ്പെടുമോ എന്ന് അവർക്കൊരു പേടി തോന്നി. ആ പേടിയുടെ അടിസ്ഥാനത്തിലാണ് അവർ എന്നിട്ട് ഭഗദേവിയോട് കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമ. ഓരോരുത്തർ വേറെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് പറയണത് കണ്ണനെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടണം, കണ്ണനെ സ്വന്തമായിട്ട് കിട്ടണം. എന്നും കണ്ണൻ്റെ സംരക്ഷണം, പതി എന്ന് പറയുമ്പോൾ ഭർത്താവ് എന്നുള്ളൊരു അർത്ഥത്തിലല്ല അവിടെ, എന്നും ആ കണ്ണൻ്റെ സംരക്ഷണത്തിൽ കഴിയണം. ആ വ്രജത്തിൽ വന്ന ഒരുപാട് അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയും മറ്റുള്ളവരെ രക്ഷിക്കുകയും പ്രത്യേകിച്ച് ഗോവർദ്ധനോദ്ധാരണത്തിലൂടെ ആ കൃഷ്ണ സാമീപ്യം 7 ദിവസം തൊട്ടനുഭവിച്ചറിഞ്ഞു എല്ലാവരും. അപ്പോൾ അതിനുശേഷം അവർ പ്രാർത്ഥിക്കുകയാണ്, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന ആ ഗോപികമാരുടെ ദേഹബോധത്തെ ഇല്ലാണ്ടാക്കിയിട്ട്, കാരണം നമ്മൾ ആദ്യമൊക്കെ ഗോപികമാരെ കണ്ണനെ കാണാൻ പോണ സമയത്ത് എത്രയോ പേര് വരും. യശോദയ്ക്ക് ഉണ്ണി ഉണ്ടായി എന്ന് അറിഞ്ഞാൽ വരാത്തവരൊന്നും ഉണ്ടാവില്ല, വ്രജത്തിലുള്ളവർ വരും, ധാരാളം പുരുഷന്മാരുണ്ടാവും, ധാരാളം സ്ത്രീകളുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പ്രായത്തിനനുസരിച്ച് നന്നായി അണിഞ്ഞൊരുങ്ങി എല്ലാവരും കാണണമെന്നല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യുക? നന്നായി അണിഞ്ഞൊരുങ്ങി, അത്രയും അണിഞ്ഞൊരുങ്ങിയിട്ട് അവർ ആദ്യത്തെ തവണ പോയിരുന്നത്. പക്ഷെ അവസാനം നമ്മൾ കാണും
ആ ഭഗവാന്റെ പൊന്നോടക്കുഴലിൻ്റെ വിളി കേട്ടിട്ട് പോകുമ്പോൾ അവരുടെ അണിഞ്ഞൊരുങ്ങലൊന്നും ഇല്ല അല്ലേ. കാതിൽ ഇടണത് കയ്യുമ്മേ ഇടണത് അരയിലെന്നൊക്കെ പറഞ്ഞ് അതിൽ വ്യത്യസ്തമായിട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ വ്യത്യസ്ത രീതിയിലിട്ട് പോണത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കാരണം എന്താ, ഇവിടെ ഭഗവാൻ ശരീരബോധം അവർക്ക് ആ ശരീരബോധം ഇല്ലാണ്ടാക്കാനാണ് അവിടെ വസ്ത്ര അപഹരണ ലീല എന്ന് പറയുന്നത്. വസ്ത്രം വല്ലാണ്ട് ആ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതൊക്കെ ചെയ്യണത് നമ്മൾ ശരീരബോധമുള്ളത് അല്ലേ. അപ്പം കൊച്ചു കുഞ്ഞ് അതിനെ ഇപ്പോൾ ഇവിടെ വന്നു, ആ കുഞ്ഞാണ് അതിനിപ്പോൾ ഇവിടെ വസ്ത്രം ഇടാണ്ട് ഇവിടെ അതിനെ ഇടിച്ചത് കൊണ്ട് അത് ഇടണമെന്നുള്ള, അതിനെ ഇടിച്ചില്ലാണ്ട് ഇവിടെ ഒന്ന് ഓടി നടക്കാൻ അതിനൊരു മടിയില്ല. ആര് കണ്ടാലും അതിന് ദേഹബോധമില്ല. വയസ്സായി വയ്യാണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്കും ദേഹബോധമില്ല. വസ്ത്രമൊന്നും ഇല്ലാണ്ട് നിന്നാൽ അവർക്കൊരു വിരോധമില്ല. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അയ്യേ ഞാൻ വസ്ത്രം അങ്ങനെ തോന്നില്ല. കാരണം എന്താ, ആ ശൈശവ പോലത്തെ ഉള്ളൊരു ഭാവം അപ്പോഴും വന്നു. ഈ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ അതേ ഭാവത്തിലാണ്. നമ്മളാണ് ഞാൻ, എൻ്റെ പേര്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ലൗകികമായിട്ടുള്ള അവസ്ഥയെ കടത്തി വിടണത്. അപ്പം അങ്ങനെ ആ കുഞ്ഞിന് വരണത്. അപ്പം കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും അതില്ല. അപ്പം ആ ദേഹാഭിമാനം ഇല്ലാണ്ടാക്കുക. ദേഹാഭിമാനം എപ്പോഴും ഉണ്ടോ, ഞാൻ എൻ്റെ എന്നുള്ള മമത എപ്പോഴും ഉണ്ടോ, അതുള്ളിടത്തോളം കാലം ഈശ്വര സാക്ഷാത്കാരം സാധിക്കില്ല. അപ്പോൾ ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ആ ഗോപികമാരെ ഒരുക്കുകയാണ് ചെയ്യണത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അതിമനോഹരമായ വസ്ത്ര അപഹരണ ലീല എന്ന് പറയുന്നത്. അപഹരണം വെച്ചാൽ അവിടെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ആ വസ്ത്രങ്ങളെടുത്ത് മാറ്റിയിട്ട് അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കണം. ആ ഒരു ലീല അങ്ങനെ അതിലൂടെ കുറേശ്ശെയായിട്ട് ഒന്നും അറിയാത്ത ഗോപികമാരെ ഉയർത്തി കൊണ്ടുവന്നിട്ട് ദേഹാഭിമാനം ഇല്ലാണ്ട് സർവാത്മന ഈശ്വരനെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇനിയുള്ളതെന്താ, ആ ശരീരബോധം അങ്ങനെ ഉണ്ടെങ്കിലും ഈ ഗോപികമാരെ എങ്ങനെയാണ് ഭഗവാനോട് അത്യാകർഷകമായിട്ടുള്ള അതിസുന്ദരമായ രൂപം കൊണ്ടാണ് ആകർഷിക്കപ്പെട്ടത്. അപ്പം ആ രൂപത്തോടുള്ളൊരിഷ്ടം അതവരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ഈ രൂപമല്ല, ഈ രൂപം കൈക്കൊണ്ടത് മാത്രമാണ്. ഈ രൂപമൊന്നുമല്ല, നമ്മളുടെ ഈ ശരീരവും കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് വന്ന് ചേർന്നതാണ്. അമ്മ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു കർമ്മപ്രാരാബ്ധം തീരാൻ ഇങ്ങനൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ചെയ്ത് തീർക്കാണ്ട് നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടിയെന്ന് വിചാരിച്ചാൽ പിന്നെയും ജനിക്കേണ്ടി വരും. നമുക്കെന്താ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചോടുക എന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ളത് മാത്രമാവില്ല കേട്ടോ ഒളിച്ചോടൽ. നമ്മൾ ചെയ്യണ ഒരു പ്രവൃത്തി, ഇപ്പോൾ ഇത് ഉദാഹരണം ഇത് തന്നെ പറയാം. എല്ലാ കാര്യങ്ങളും അച്ഛന് ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥ. ആ ഒരവസ്ഥയിൽ അച്ഛന് ചെയ്തു കൊടുക്കണ്ടെങ്കിലും നമ്മൾ പറയുകയാണ്, എൻ്റെ ഒരു നരകം, എവിടെയും പോവാൻ പറ്റാണ്ടായി, എന്തൊരു കഷ്ടം, അതിങ്ങനെ എത്ര ഇതായി, ഞാൻ എന്ത് മഹാപാപം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കാരണം കൊണ്ട് നിരാശ, കുറ്റബോധം അതൊക്കെ വരികയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്തതിന് തുല്യമാവില്ല. നമ്മൾ ചെയ്തതിനൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് പറയില്ലേ, അങ്ങനെയല്ല. എന്താണോ നമുക്ക് വന്നു ചേർന്നത് അതിനെ അതേപടി സ്വീകരിക്കുക, അതേപടി അനുഭവിക്കുക. അതാണ് പറയണേ. അതേപടി സ്വീകരിക്കാനും അനുഭവിക്കുക. ഈശ്വരൻ തരുന്ന ഒരു സാധനം, ഇപ്പോൾ ഇവിടെ വരണു ഒരു സാധനം നമുക്ക് തരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതാവും ഇഷ്ടമില്ലാത്തതാവും, എന്നാലും അതിനെ ഇതാണ് ഈശ്വരൻ തരുന്നത്, ആ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുക. തരുന്ന ആളുടെ സ്നേഹമാണ്, ആ വസ്തുവിലല്ല അതിൻ്റെ അർത്ഥം. അതിനെത്ര വിലയുണ്ട്, അതിനെത്ര ഗുണമുണ്ട്, അത് അങ്ങനെയല്ല. ആ വസ്തുവിനോടല്ല, അത് തരുന്ന ആളുടെ സ്നേഹമാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പം അത് വേണ്ട, അതിനൊന്നും നിരാകരിക്കാൻ പറ്റില്ല. കാരണം ആ സ്നേഹത്തിനൊന്നും നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇത് ഈശ്വരൻ നമുക്ക് തരുന്ന ഗിഫ്റ്റാണല്ലോ. കാരണം എന്താ, നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ ഇല്ലാണ്ടാക്കാനാണ്. അപ്പോൾ ആ കർമ്മപ്രാരാബ്ധങ്ങൾ തീരാൻ വേണ്ടി തരുന്ന ഓരോന്നിനെയും നല്ല മനസ്സോടു കൂടിയിട്ട് ഇത് ഈശ്വര പൂജ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം ഇത് അനുഭവത്തിലുണ്ട്. ഞാൻ അറിയുന്ന ഒരു പേടത്തിയുടെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെയൊക്കെ രാധേ എല്ലാവരും അമ്മയാണ്. അപ്പോൾ അവർക്ക് ആദ്യം വല്ലാത്തൊരു സങ്കടമായിരുന്നു.
ഭാഗവതത്തിൻ്റെ ഗൃഹത്തിൽ ജനിച്ച് ഭാഗവതത്തിലൂടെ വളർന്ന് ഭാഗവതത്തിൽ ലയിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവർ അവസാന കാലമായപ്പോൾ അവരെ ഭർത്താവിന് ഓർമ്മയില്ലാണ്ട് വന്നു, അൽഷിമേഴ്സ് പോലെ വന്നു. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെ അവർക്ക് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കണം. അപ്പോൾ തൊട്ടടുത്ത അമ്പലത്തിലൊക്കെ സപ്താഹം ഉണ്ടാവുക, സത്സംഗങ്ങൾ ഉണ്ടാവുക, കാര്യങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ അറിയുമ്പോൾ ഇവർക്ക് പോകാൻ സാധിക്കാണ്ടായി. അപ്പോൾ അവർക്ക് അത്രയും ടെൻഷനും പിരിമുറുക്കൊക്കെ. അപ്പം അവരുടെ ഏടത്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏടത്തി അവരെ ഭർത്താവിൻ്റെ ചേച്ചിയാണ്, എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് സുദർശനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ അറിയില്ല, ഭഗവാന്റെ ഒരു നിയോഗം ആവും, നമുക്ക് നമ്മളായിട്ടൊന്നും പറയുന്നല്ല, അതൊക്കെ ഈശ്വരൻ എന്തോ പൂർവജന്മമായിട്ടുള്ള എന്തോ ഒരു അനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരുണ്യം കൊണ്ടോ എന്തോ എന്നിലൂടെ പ്രവർത്തിക്കണമെന്ന് മാത്രം. അപ്പോൾ പറയും, എന്തിനാ ഏടത്തി ഇത്രയ്ക്കധികം ദുഃഖിക്കണേ? ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏടത്തി പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അനുസരിച്ചിരുന്നില്ല. ചിലപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു കാര്യത്തിനെന്ന് പറഞ്ഞാൽ പ്രശ്നം വഴക്കായി വക്കാണായി. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എന്താ ഏടത്തി പറയണമെന്ന് വെച്ചാൽ അതാണ് ഏട്ടൻ കേൾക്കുള്ളൂ. കാരണം അത്രയും മകൻ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഏടത്തി ഇപ്പോൾ അവിടെ ചെന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ കൃഷ്ണനെ കേൾക്കണം, കൃഷ്ണകഥകൾ കേൾക്കണം. ഇവിടെ എന്തിനാ അത് അനുഭവമാക്കിക്കൂടെ? ഏട്ടനെ കുളിപ്പിക്കുമ്പോൾ കണ്ണനെ കുളിപ്പിക്കുകയാണ്. കണ്ണനെ അവിടെ ആ ഗുരുവായൂരപ്പന് അവിടെ വാഗച്ചാർത്ത് അവിടെ നടക്കുമ്പോൾ അതേ പ്രവൃത്തി നമുക്ക് ഇവിടെ ഏട്ടനിലൂടെ ചെയ്തുകൂടെ? ഏട്ടനെ കുളിപ്പിക്കുമ്പോൾ, ഏട്ടന് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഏട്ടനോട് വർത്തമാനം പറയുമ്പോൾ, ഏട്ടൻ നമുക്ക് കൊച്ചു കുഞ്ഞിനെ പോലെ താരാട്ട് പാടി ഉറക്കുക, എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊന്ന് നമ്മളൊന്ന് മാറിയാൽ എത്ര സുഖമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായിക്കൊള്ളണമെന്നില്ല. ആ ജീവൻ്റെ സുഹൃതം, ആ ജീവൻ അത്രയും കാലം ഭാഗവതം കേട്ട ആ ജീവൻ്റെ സുഹൃതം അത്രയേ പറയാൻ പറ്റുള്ളൂ. ആ ജീവൻ അത് വേണ്ട രീതിയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റി. കാരണം പലതും നമ്മൾ പറയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പക്ഷെ അതൊക്കെ വേണ്ട പോലെ ഉൾക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പോൾ ആ ജീവൻ്റെ സുഹൃതം അതിനെ ഉൾക്കൊള്ളാൻ പറ്റി. പിന്നെ അതുപോലെയായി. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ നല്ല സന്തോഷമാണ് സുദർശന, ഇപ്പം ഞാൻ ശരിക്കും കൃഷ്ണൻ്റെ കൂടെയാണ്. ഇതുപോലെ എനിക്കന്ന് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പോലും ഇത്ര ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഇത് പറഞ്ഞു തന്നുല്ലോ. ഞാനല്ല പറഞ്ഞ്, ഗുരുവായൂരപ്പൻ പറഞ്ഞു തന്നതാണ്. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ ഏട്ടനൊക്കെ എനിക്കും എൻ്റെ മനസ്സിലായ ഏട്ടൻ ഗുരുവായൂരപ്പനാന്നൊരു തോന്നൽ, ഏടത്തിങ്ങനെ പറഞ്ഞ് തോന്നൽ. എന്നിട്ട് ഒരു ദിവസം കാണാൻ പോകാൻ കൊതിയാവും എനിക്ക്. ഗുരുവായൂരപ്പനെ കാണാൻ പോണ പോലെ ഏട്ടൻ്റെ ഞാൻ കാണാൻ പോണേ. അപ്പോൾ ഏടത്തി പറഞ്ഞു, പുറമേന്ന് ആര് വന്നാലും ചിലപ്പോൾ വൈലൻ്റ് ആവും, ചിലപ്പോൾ അത് കാരണം വരണത് ഏടത്തിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ വരണമെന്ന് പറയുമ്പോൾ വേണ്ട പറയാനും വയ്യ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ വരണവർക്ക് മുഷിവാവ് വെച്ചിട്ടാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ട് വയസ്സായവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. വരാം എന്ന് പറഞ്ഞ് ചെന്നു. അവിടെ ചെന്ന് അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ കാണാൻ പോണത് ഗുരുവായൂരപ്പനെയാണ്. ഏട്ടനെന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ എന്നുള്ളൊരു ഭാവത്തിലാണ്. ചെന്ന വഴി ഞാൻ ചോദിച്ചു, ഏട്ടനെവിടെ എന്നാണ് ചോദിക്കണേ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുക ജീവിതത്തിൽ. അപ്പോൾ ഏട്ടനെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ മുറിയിലുണ്ട്. അപ്പോൾ അപ്പോഴും ഏടത്തേക്ക് ഒരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് പോവാം. ഏട്ടൻ കണ്ട വഴി കിടക്കണ ആളങ്ങോട്ട് എനിക്ക് വന്നുവോ എന്ന് ചോദിച്ചു. ശരിക്കും എനിക്ക് ഗുരുവായൂരപ്പൻ ചോദിച്ച അതേ അനുഭവമാണ്. എണീറ്റിരുന്നിട്ട് എന്നോട് ചോദിക്കണ വന്നുവോ. അപ്പോൾ ഞാൻ വിളിക്കുക, ഗുരുവായൂരപ്പൻ എന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേന്ന്. നല്ലൊരു അനുഭവമായിരുന്നു അത്. ജീവിതത്തിൽ എന്നെ അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളുടെ അടുത്തേക്കൊന്നും പോകാത്ത ആളാണ്. അപ്പം അതൊക്കെ അനുഭവം. കാരണം നമ്മൾ ഉൾക്കൊള്ളണ പോലെ ഇരിക്കും. എന്ത് കാര്യങ്ങളായാലും നമ്മൾ ഉൾക്കൊള്ളണ പോലെ. ഇപ്പോൾ വൃന്ദാവനായാലും എന്ത് തന്നെയായിട്ടും. ഇന്നലത്തെ തന്നെ ഒരു അനുഭവം പറയാൻ ചെന്നലെ പോയ കുട്ടികളുടെ കൂടെ പുറത്ത് പോയപ്പോൾ അവിടെ ഒരു ബുദ്ധൻ്റെ ഒരു ഇതുണ്ട്. എന്തെന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ആ ഭാഗത്ത് ഒരു ബുദ്ധൻ്റെ ഒരു സ്ഥലമുണ്ട്. അത് കാണാൻ പോകാൻ തന്നെ പോയി. അവിടെ ചെന്നപ്പോൾ വലിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. കാണാനും ഒക്കെ നല്ല രസമുണ്ട്. ബുദ്ധൻ്റെ കഥകൾ പറയുന്ന. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ചരിത്രം, ജീവചരിത്രമാണ് പറയണത്. അപ്പോൾ ബുദ്ധൻ ജനിച്ചതും വളർന്നതും
നല്ല രീതിയിൽ വരുന്നതും ഒരു സമയം വരെ ലോകത്തിലെ ദുഃഖങ്ങളെ പറ്റി അറിയാണ്ടിരുന്നതും ഒരിക്കൽ യാദൃശ്ചികമായിട്ട് പുറത്തേക്ക് പോയപ്പോൾ രോഗങ്ങളായിട്ടും വൃദ്ധാവസ്ഥ, രോഗാവസ്ഥ, മരണാവസ്ഥയൊക്കെ കണ്ടതും അതിനെപ്പറ്റി ചിന്തിച്ചതും പിന്നീട് അങ്ങനെ വീട് വിട്ട് ആ കഥകൾ ബുദ്ധൻ്റെ ചരിത്രം മുഴുവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമാണ് അതിൽ സിനിമയായിട്ട് കാണിക്കുന്നത്. പിന്നെ അവിടെയൊക്കെ കാണാം, അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിരുന്നാൽ നമുക്ക് അവിടെ സംസാരിക്കാനൊന്നും പാടില്ല, അവിടെ ഇരുന്ന് ധ്യാനിക്കാം, അങ്ങനെ മെഡിറ്റേഷനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെയൊന്നും ആരുമില്ല. ആൾക്കാർ എന്തൊരു ലഹളയാണ് അവിടെ എന്ന് പറഞ്ഞാൽ പുറമെ പറഞ്ഞറിയിക്കാൻ പറ്റും. ഇത് ഒരാൾ പോലും ഉൾക്കൊണ്ട് കേൾക്കണില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പം എന്നോട് എൻ്റെ മോൻ ചോദിച്ചു, എങ്ങനെയുണ്ടമ്മേ ബുദ്ധൻ്റെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വെറുതെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോട് ഒരു അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ അതാണെന്നാ വിചാരിക്കണം. ഞാൻ പറഞ്ഞു അതല്ല മോനെ, ആ പറഞ്ഞ കാര്യങ്ങൾ ഒരാളെങ്കിലും അത് കേട്ട് ഉൾക്കൊണ്ട ഒരാളെ പോലും ഞാനവിടെ എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് അവിടെ നമുക്കിങ്ങനെ അവിടെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം ഒന്നും മിണ്ടാണ്ട് കുറേ നേരം ആ ബുദ്ധപ്രതിമയുടെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ശാന്തമായിട്ട് മിണ്ടാണ്ട് കുറേ നേരം ഇരിക്കുക. അങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും. അത് മനസ്സിന് വല്ലാത്തൊരു ഏകാഗ്രതയാണ്. പക്ഷെ അവിടെ ആരുമില്ല, നിറയെ ഫുഡ് മാളുകൾ, അത് ഇത്, കുട്ടികൾക്ക് ലഹളകൾ, ബഹളങ്ങൾ, ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈ ആഹാരങ്ങൾ നാനാവിധം ഈ വയറിന് ഇതായിട്ട് ഇതിങ്ങനെ കഴിച്ചിട്ട് എന്താ കാര്യം, ജീവൻ നിലനിർത്താൻ മാത്രമല്ല ആഹാരം കഴിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം, ആ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇങ്ങനെ പിന്നെ ഇത്രയും വലിയൊരു ഇതുണ്ടാക്കിയിട്ട് അതുകൊണ്ടൊരു പ്രയോജനം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ വൃന്ദാവനത്തിൽ പോവായാലും നമ്മളിപ്പോൾ വൃന്ദാവനത്തിൽ പോകുന്നുണ്ട്, നമ്മളുടെ മനസ്സെങ്ങനെയാണോ അങ്ങനെ വൃന്ദാവനത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അനുഭവിക്കാൻ പറ്റില്ല. വൃന്ദാവനത്തിൽ നിന്ന് വൃന്ദാവനം അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. ആ ഒരു 5000-6000 വർഷങ്ങൾക്ക് മുമ്പ് പരമാത്മ ചൈതന്യം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു മനുഷ്യരൂപം എടുത്തിട്ട് അവിടുത്തെ ഓരോരോ മണൽത്തരികളിലൂടെയും അലഞ്ഞു തിരിഞ്ഞ് അവിടെ എല്ലാത്തിനെയും പവിത്രമാക്കിക്കൊണ്ട് തൻ്റേതായിട്ടുള്ള ആ ഗോലോകത്തിൽ നിന്ന് അടർത്തിയെടുത്ത ആ വൃന്ദാവനത്തെ അവിടെ നമുക്കായിട്ട് തന്നുകൊണ്ട് അതിൻ്റെ ആ പരിഭാവനത നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, അത് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അവനവൻ മാത്രം തീരുമാനിക്കണം. എത്ര കഥകൾ പറഞ്ഞാലും എത്ര പറഞ്ഞു തന്നാലും ഒന്നും കാര്യമില്ല. അതാണ് അവിടെ അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ പറയണ്ട്, നമ്മളും പറയണ്ട് നാളെ നമ്മളിത് അവിടെ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നാലും ഒരു പക്ഷേ ഇതൊക്കെ തന്നെയാവും നമുക്ക് കാണുന്ന അവസ്ഥ. നമ്മളുടെ ഉള്ളിൽ നമ്മളെങ്ങനെ അതിനെ ഉൾക്കൊള്ളണു, നമ്മളെങ്ങനെ അതിനെ മനസ്സിലാക്കണം, നമ്മളെങ്ങനെ അതിനെ അനുഭവിക്കണം, അത് തന്നെയാണ് ആ ഒരു വ്യക്തിക്കനുസരിച്ചിട്ട് അവരുടെ ഈശ്വരാനുഭവം ഉണ്ടാകുക. അത് നമ്മളുടെ ഗൃഹത്തിലിരുന്നാലും ശരി, ആ വ്യക്തി ഓരോന്നും എങ്ങനെയാണ് ഓരോന്നിനെ സ്വീകരിക്കണതെന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ ആവിരാസീത് എന്ന് ഭഗവാൻ പറയണം, ഭഗവാൻ ഇറങ്ങി വരുന്നു അല്ലേ. നമ്മൾ ആ ഭഗവാനെ ഒരുപാട് തവണ ഒരു ദിവസം വിളിക്കുന്നുണ്ടാവും. ഒരു ദുഃഖം വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞോണം അല്ലെ, എന്തൊക്കെ ആയാലും വിളിക്കുന്നുണ്ട്. ഭഗവാനെ വിളിച്ചിട്ട് പറയും, കൃഷ്ണ എൻ്റെ കുട്ടിക്ക് സുഖമില്ല, അവൻ്റെ അസുഖം വേഗം മാറ്റണേ കൃഷ്ണ, ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സുഖമില്ല, അത് വേഗം മാറ്റണേ, അല്ലെങ്കിൽ മനസ്സിന് പ്രയാസമായി കൃഷ്ണ, മനഃപ്രയാസം മാറ്റണേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഇതൊക്കെ ചോദിക്കാൻ ഒരു 10,000 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. കൃഷ്ണനെ വേണം എന്ന് ആഗ്രഹിച്ചിട്ട്, ആ ഭഗവാനെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മുടെ കുറൂരമ്മയൊക്കെ വിളിക്കാറില്ലേ, കോമളം കൂച്ചയൻ വേണം ശ്യാമളോയം കുമാരക. ആ വിളിയുണ്ടല്ലോ, ആ ഒരു വിളിയോ എനിക്കൊന്നും വേണ്ട ഭഗവാനെ. വേദത്തിന് പോലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതൊന്നും വേണ്ട. എനിക്ക് ആ സാധാരണ ആ വൃന്ദാവനത്തിൽ ഓടി നടന്ന ആ ഗോപാലനായിട്ട് ആ ഒരു പശുപാലകനായിട്ടുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ ഭഗവാനെ, അങ്ങനെ എൻ്റെ മുമ്പിൽ ഒന്ന് വരുമോ ബാലഗോപാലനായിട്ട്
എൻ്റെ മുമ്പിൽ ഒന്ന് വരുമോ? ഒരിക്കൽ ഈ സർവപ്രപഞ്ചത്തിലുള്ള ജനത്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു രൂപത്തെ കൈക്കൊണ്ടതാണ്. അതുപോലെ ഈ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് വരുമോ എന്ന് ചോദിച്ച ആ അമ്മയ്ക്ക് വേണ്ടി ഭഗവാന് വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ എന്തൊക്കെയോ ഭഗവാനോട് ചോദിക്കണം, എന്തിനൊക്കെയോ വേണ്ടി ഭഗവാനെ വിളിക്കണം. നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം. ഒരുപാട് ഗൃഹങ്ങളിൽ കാണും നാരായണീയ പാരായണം ഉണ്ടാവും, ഭാഗവത പാരായണങ്ങളുണ്ടാവും. ഇതൊക്കെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ അവസാനം സുഖം തരണേ, സ്വസ്തി ഉണ്ടായി തരണേ, സമാധാനം തരണേ എന്നല്ലാണ്ട് കണ്ണാ നീ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ, ഞങ്ങൾക്കൊന്നും വേണ്ട കണ്ണനെ മാത്രം മതി ഭഗവാനെ. അവിടുത്തെ സാമീപ്യം മാത്രം മതി, അവിടുത്തെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അത് മാത്രം മതി. അത് മാത്രം, ആ അനുഭവം മാത്രം മതി. കൃഷ്ണനെ മാത്രം മതി എന്ന് നമ്മൾ ആർക്കെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ? ആർക്കും പറയാൻ സാധിക്കണില്ല. പിന്നെ എങ്ങനെയാ ഭഗവാനെ വേണം? ഭഗവാൻ ഒരു പക്ഷേ നമ്മുടെ കൂടെ ഞാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണ്ടാവും. പക്ഷെ നമ്മളത് കേൾക്കണില്ല. ഗോപികമാരിതാ എല്ലാത്തിലും അപ്പുറമായിട്ട് ആ ഗോവർദ്ധനത്തിൻ്റെ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ദൂരെയാണ് ഗോവർദ്ധനം. ആ വ്രജത്തിൽ നിന്ന്, ആ വൃന്ദാവനത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഗോവർദ്ധനം. ആ ഗോവർദ്ധനത്തിൻ്റെ ആ സമീപത്ത് നിന്ന്, അവിടെയുള്ള അത്രയും ദൂരത്ത് നിന്ന് ആ വേണു ഊതിയപ്പോൾ അത് കേൾക്കാനുള്ള കേൾവി ശക്തി ഗോപികമാർക്കുണ്ടായി. കാരണം അവരെപ്പോഴും ശ്രദ്ധിച്ചത് ഭഗവാനെ പറ്റിയിട്ടാണ്, അവരെപ്പോഴും ചിന്തിച്ചത് ഭഗവാനെ പറ്റിയിട്ടാണ്. ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ മനസ്സിൽ ഭഗവാനായിരുന്നു. ഭഗവാനല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ ഉറക്കുമ്പോഴും, പശുവിനെ കറക്കുമ്പോഴും, മുറ്റടിക്കുമ്പോഴും, അടുക്കള ജോലികൾ ചെയ്യുമ്പോഴും ഏതു സമയം അവരുടെ ഉള്ളിൽ ആ ഭഗവാനെ പറ്റി മാത്രമായിരുന്നു. അപ്പം അങ്ങനെ ചിന്തിച്ച് ഓരോ ശബ്ദം കേൾക്കുമ്പോഴും അവർ അതിലിതാ ഓരോന്നിലും ഈശ്വരനെ കാണാൻ ഈശ്വര ദർശന കല. ഒരു മയിലിനെ കാണുമ്പോൾ ഭഗവാനെ ഓർമ്മ വരണു, ഒരു കുയിലിൻ്റെ നാദം കേൾക്കുമ്പോൾ ഭഗവാന്റെ ഓടക്കുഴൽ വിളി ഓർമ്മ വരണു, ആകാശത്ത് കാർമേഘം കാണുമ്പോൾ ഭഗവാനെ ഓർമ്മ വരണു. കാണുന്നതിലെല്ലാം അവർക്ക് ആ സ്മരണ ഉണ്ടായി തുടങ്ങി ഭഗവാന്റെ. അങ്ങനെ ഒരു നിമിഷം പോലും മറിഞ്ഞിരിക്കുമ്പോൾ ആ വിരഹം അനുഭവിക്കാൻ തുടങ്ങി. നമുക്കങ്ങനെ നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും ഗൃഹത്തിലിരുന്ന് ഭാഗവതം വായിക്കുന്നുണ്ടാവും, ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ടാവും, ധാരാളം കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്താവും നമ്മളോട് ആരെങ്കിലും പറയാം, നമുക്ക് ഒരാഴ്ച എവിടേക്കെങ്കിലും ഒന്ന് പോവുക, നിങ്ങൾ വരുന്നുണ്ടോ ചോദിച്ച് വിളിക്കുമ്പോൾ നമ്മൾ ശരി ഞങ്ങൾ വരാം, നമ്മൾ പോവുകയും ആ ഒരാഴ്ച അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോഴൊന്നും നമുക്ക് ആ കൃഷ്ണവിരഹം അനുഭവപ്പെടുന്നുണ്ടോ? അയ്യോ വീട്ടിലിരുന്ന ഭാഗവതം വായിക്കായിരുന്നു, അങ്ങനെ നമുക്ക് തോന്നില്ല. അപ്പം നമുക്ക് എന്താ തോന്നുക? അതൊക്കെ എന്ന് വേണമെങ്കിലും വായിക്കുക, ഇത് ഇപ്പോഴല്ലേ പറ്റുള്ളൂ. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണില്ല. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, കൃഷ്ണാനുഭവം പങ്കുവയ്ക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രമായിട്ടുള്ള അനുഭവം ഗുരുവായൂരപ്പൻ എനിക്ക് തന്നതാണ്. അതൊരു പക്ഷേ മറ്റൊരാളോട് ഞാൻ പറയുമ്പോൾ അവർക്കത് വേണ്ട പോലെ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വപ്നദർശനം പറയരുതെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അത് അവനവന് മാത്രമേ പറ്റുള്ളൂ. വേറൊരാളോട് പറഞ്ഞാൽ ഒരു പക്ഷേ അത് അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതുപോലെ സ്വീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അനുഭവം കുറഞ്ഞു പോവുക ചെയ്യുക. നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞ് എന്ത് കാര്യം ദുഃഖമായി നോക്കൂ. നമ്മൾ വല്ലാണ്ട് നിറഞ്ഞിരിക്കുന്ന ദുഃഖം ഒരാളോട് പങ്കുവെച്ചാൽ പിന്നെ ആ ദുഃഖം ഇല്ലാണ്ടായെന്ന് പറയണ പോലെ ഈശ്വരാനുഭവം അങ്ങനെയാണ്. വല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ അനുഭവം പങ്കുവെച്ച് കഴിയുമ്പോൾ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റില്ല. അത് അവനവനെ അനുഭവിക്കാനേ പറ്റുള്ളൂ. വേദനകൾ, പല വിധത്തിലുള്ള വേദനകളുണ്ട് അല്ലേ? നമ്മൾ ആ വേദനകൾ ഒരാളോട് പറയുമ്പോൾ ആർക്കെങ്കിലും ആ വേദന മനസ്സിലാവുമോ? അതുപോലെ തന്നെ അനുഭവങ്ങൾ കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഡോക്ടർമാരോട് പോലും നമ്മൾ പങ്കുവയ്ക്കില്ല. ചില വേദനകളുടെ തീവ്രത അവർക്ക് പോലും മനസ്സിലാവില്ല. അപ്പോൾ അത് അവനവൻ്റെ അനുഭവം അവനവന്. ഒരേ
രോഗത്തിന് ഒരേ പോലെയുള്ള വേദന രണ്ടുപേർക്കും രണ്ടനുഭവമായിക്കൊള്ളുന്നില്ല. ഒരാൾക്ക് ചിലപ്പോൾ സഹനശക്തി കൂടുതലുണ്ടാവും, അവർ നല്ലോണം, മറ്റവർക്ക് അത്ര ഉണ്ടാവില്ല, അപ്പം അത് പെട്ടെന്ന് തളർന്നു എന്ന് വരും. അപ്പം ഇതൊന്നും ആരോടും പങ്കുവയ്ക്കാൻ പറ്റില്ല. അവനവന് അനുഭവം ഉണ്ടാവണം. അവനവന് അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവനവനൊരു കൊതി ഉണ്ടാവണം. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണം, എനിക്ക് കൃഷ്ണനെ അനുഭവിക്കണം, എനിക്ക് ഭഗവാനെ അറിയണം, എനിക്ക് ഭഗവാനെ കേൾക്കണം, എനിക്ക് ഭഗവാനെ കാണണം എന്നുള്ള കൊതി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ഓരോ വ്യക്തികളിലും നമ്മളതാ ശ്രദ്ധിക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും ചില കാര്യങ്ങളൊക്കെ ഇപ്പം ആ മോള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയണ്ടേ, രാധേശ്യാം എന്ന് പറയണ്ട്. അതിനെങ്ങനെ പറയണ കാരണം കൊണ്ട് അതിനെ പരിഹസിച്ച് ഒരുപാട് പേര് രാധേശ്യാം എന്ന് പറയാറുണ്ട്. അപ്പം ഇതിനെ ഇതൊക്കെ ഇപ്പോഴേ തന്നെ അതിനെ അത് പഠിപ്പിച്ചു എന്നിട്ട് പരിഹസിച്ച് അതിനെ കാണുമ്പോഴേക്കും രാധേശ്യാം രാധേശ്യാം എന്ന് പറഞ്ഞ് പരിഹസിക്കണവരുണ്ട്. ഞാനപ്പോൾ മനസ്സിൽ സന്തോഷിക്കും, ഭഗവാനെ ആ നാമം അറിഞ്ഞോ അറിയാണ്ടോ പറഞ്ഞാൽ പുണ്യമാണ് ആ ജീവനെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിലും ഈ കുഞ്ഞിന് അതിൻ്റെ ഒരു സുഹൃതാണല്ലോ, ആ കുഞ്ഞിലൂടെ അവർ ആ നാമം ഉച്ചരിക്കണില്ലേ, അപ്പോൾ അതിൻ്റെ സുഹൃതം. അങ്ങനെ നന്മ കണ്ടാൽ മതി, അതിനെ പരിഹസിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് വിമർശിക്കാൻ നിൽക്കണ്ട. അങ്ങനെയെങ്കിലും ഭഗവാൻ പറയണ ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സ് നാമം ഒന്ന് എന്നിലേക്ക് എത്തിപ്പെട്ടാൽ മതി. അപ്പോൾ ആരെയും നമ്മൾ ശ്രദ്ധിക്കണ്ട. നമുക്ക് ചുറ്റുമുള്ളവർ പലരും എന്തും ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ലോകവ്യവഹാരമായിട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ലോകത്തിനെ മുഴുവനും നോക്കണം, ചുറ്റുപാടുകളെ നോക്കണം. ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളൊരു ഗൃഹധർമ്മം മാത്രം നോക്കിയിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തുള്ളവരെന്താ പറയണേ, ഇപ്പുറത്തുള്ളവരെന്താ പറയണേ, നമ്മൾ അതൊക്കെ നോക്കണം. പക്ഷേ എല്ലാം സർവം ആ ശ്രീകൃഷ്ണൻ്റെ പാദത്തിൽ സമർപ്പിച്ചിട്ട് ഭഗവാനോട് പറയണം, ഭഗവാനെ ഞാൻ നന്നായാലും ശരി ചീത്തയായാലും ശരി, എന്തു വന്നാലും ശരി, കേൾക്കേണ്ടത് നന്മ കേട്ടാലും ശരി, തിന്മ കേട്ടാലും ശരി, കെട്ടുപോയാലും ശരി, അതിനൊക്കെ അതിനൊന്നും ഉത്തരവാദിത്വം എനിക്കില്ല. കാരണം ഞാൻ ഇതാ ഭഗവാനെ ഏൽപ്പിച്ചു. ഒരു പക്ഷേ എനിക്ക് ഏൽപ്പിച്ചതിൻ്റെ അടുത്ത നിമിഷം ഞാൻ ചെയ്യണം, പിന്നെ നമുക്കല്ല എന്ത് സാധനം അങ്ങോട്ട് ഏൽപ്പിക്കുള്ളൂ, എല്ലാം ഭഗവാന്റെ കാൽക്കൽ ഏൽപ്പിച്ചു തന്നെ അടുത്ത നിമിഷം വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ആദ്യപോണ്ട് ഓരോ കാര്യങ്ങളുണ്ട്, എല്ലാതും എനിക്ക് ഇതൊക്കെ ഭഗവാൻ നോക്കിക്കോളും എന്ന് പറയും. എന്നാലും അത് അങ്ങനെയായില്ല, എന്താ ശരിയാവാത്ത, അടുത്ത നിമിഷം വീണ്ടും അതിൻ്റെ പിന്നാലെ നമ്മുടെ ചിന്ത പോകും. അതും കൂടി ഭഗവാനോട് പറയാം. പൂർവ്വജന്മത്തിൻ്റെ വാസന കൊണ്ട് ഒരു പക്ഷെ തിരിച്ചങ്ങനെ ചിന്തിച്ചാലും ശരി, അത് പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോരേണ്ടി വന്നാൽ അതൊക്കെ ഭഗവാന് മാത്രമാണ്. യാതൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലങ്ങളും കൂടി നമ്മൾ അനുഭവിക്കണം. നമ്മളല്ല, എല്ലാം ഭഗവാനാണ്. ഭഗവാൻ അതുകൊണ്ടാണ് പറയണത് എല്ലാ കർമ്മവും എന്നിൽ സമർപ്പിക്കൂ എന്ന് പറയണത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലങ്ങളും ഈശ്വരനിൽ തന്നെ ചെന്ന് ചേരും. അപ്പോൾ ഏത് കർമ്മമായാലും അപ്പം നമുക്ക് ഒരടി തെറ്റി വയ്ക്കാൻ ഭഗവാൻ വിടില്ല, അത് ഉറപ്പാണ്. ഒരടി പിഴച്ച് വയ്ക്കാൻ ഭഗവാൻ വിടില്ല. കാരണം നമ്മളെ കൈപിടിച്ച് നടത്തേണ്ട ആരാ? ആ ഭഗവാൻ തന്നെയാണ്. അത്രയ്ക്കും ആ ഭഗവാൻ ഇറങ്ങി വന്നു നമ്മുടെ കൂടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഒപ്പം ഉണ്ട്. എല്ലാവരുടെയും ഉള്ളിലും ആത്മാവായിട്ടിരിക്കേണ്ടത് ആ ഭഗവാൻ തന്നെയാണ്. ഈ ഒരു സത്യം ഉൾക്കൊണ്ട ഇതാണ് ഗോപികമാര് ഈ ഒരു സത്യമാണ് ഉൾക്കൊണ്ടത്. ആ ഗോപികമാര് അത് ഉൾക്കൊണ്ടത് കൊണ്ടാണ് ആ ഭഗവാന്റെ രൂപം, അല്ലെ, സൗഭഗമതം വന്നു ഭഗവാൻ. അപ്പം നമ്മളെല്ലാവരും പറയും ഗോപികമാർക്ക് അഹങ്കാരം വന്നു, അപ്പം ഭഗവാൻ മറഞ്ഞു പോയി എന്നാണ്. അഹങ്കാരം എന്നൊന്നുമല്ല സൗഭഗമതത്തിനർത്ഥം. സൗന്ദര്യത്തിലുള്ള അമിതമായിട്ടുള്ളൊരു ആ സൗന്ദര്യത്തിലുള്ളൊരു ആകർഷണം, ഭഗവാന്റെ അത്യത്ഭുതമായ സുന്ദര രൂപം ഉണ്ടല്ലോ, രൂപത്തിനോട് അമിതമായിട്ടുള്ളൊരു ആവേശം ആണ് അതുള്ളത്. അപ്പോൾ ഭഗവാൻ തന്നെ അറിയാം, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ വ്രജത്തിനെ വിട്ടു പോകേണ്ടതാണ്. ഈ രൂപം താൽക്കാലികം മാത്രമാണ്. ഇത് ഒരു ചില കർമ്മങ്ങൾക്ക് ഭഗവാൻ ഓരോരോ യുഗങ്ങളിലും ആ ധർമ്മത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അത് കഴിഞ്ഞ് അവിടെ വിട്ടു പോകണം. അപ്പം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഗോപികമാർ ഈ രൂപത്തിനെ മാത്രം ആശ്രയിച്ചാൽ അതില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യണേ.
ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും കുട്ടികളായാലും കൂടെ ഉണ്ടായിട്ട് അവരിത് ആ ശരീരത്തിനെ ഉപേക്ഷിച്ച് പോണ സമയത്ത് നമ്മളൊക്കെ തളർന്നു പോയി. അത് ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ട് വിട്ടുപോയി എന്നുള്ള ദുഃഖിച്ച് തളരണു. അതേസമയം ആ ശരീരത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സത്യത്തിനെ ബോധിച്ച് അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഭാഗവതവും രാമായണവും ഇതൊക്കെ കേൾക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോയി കഴിയുമ്പോൾ നമുക്ക് ദുഃഖം സഹിക്കാൻ പറ്റണില്ല. ചിലപ്പോൾ നമ്മളെക്കാളും മൂത്തവരാവും, ചിലപ്പോൾ നമ്മളെക്കാളും താഴെയുള്ളവരാവും, പ്രതീക്ഷിക്കാത്ത സമയത്താവും, അപ്രതീക്ഷിതമായിട്ടാവും, നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവരാവും. അപ്പം അതിലൊക്കെ മനസ്സ് വല്ലാണ്ട് നീറിപ്പുകയേണ്ടി വരുന്നു. അതുപോലെ ഭഗവാൻ അറിയാം ഈ ഗോപികമാർ ഈ ശരീരം വിട്ടുപോയി അവരിങ്ങനെ വിഷമിക്കുന്നത് അറിയണോണ്ട് ആദ്യം തന്നെ ഭഗവാൻ മറന്നു. എവിടേക്കാണ് മറഞ്ഞത്? വേറെ എവിടേക്കൊന്നുമല്ല, അവരുടെ ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക് തന്നെയാണ് മറിഞ്ഞത്. ഗോപികമാരുടെ ഉള്ളിലേക്ക് തന്നെ മറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ ഗോപികമാർ എന്തു ചെയ്തു അല്ലേ? നമ്മളൊക്കെ ചെയ്യണ പോലെ തന്നെ ഭർത്താവ്, ഭാര്യ, മക്കള്, സഹോദരൻ ആരെങ്കിലുമൊക്കെ പോയാലും നമ്മളെന്താ ചെയ്യുക? ഉണ്ടായ കാലം തൊട്ടിട്ട് അവർ എങ്ങനെയായിരുന്നു നമ്മുടെ കൂടെ ജീവിച്ച് നമ്മൾ ആലോചിക്കൂല. ഈശ്വര, ഞങ്ങൾ തമ്മിൽ അങ്ങനെ നമ്മൾ പറയുകയും ചെയ്യും. ദുഃഖം തീരണവരെ നമ്മൾ പറയും, അങ്ങനെ ചെയ്തു, അന്ന് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഉണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ദുഃഖം ഇങ്ങനെ പറയണം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ പറയണത് കൃഷ്ണൻ്റെ വിരഹത്തോട് കൂടിയിട്ട് കൃഷ്ണന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പറയും തോറും നമുക്ക് ഏതൊന്നിലാണോ മറ്റത് പറയുമ്പോൾ ദുഃഖം കൂടി വരുന്നത്, പക്ഷെ ഭഗവാനെ പറ്റി പറയുമ്പോൾ ആ ദുഃഖം കുറഞ്ഞു വരിക ചെയ്യണേ. വല്ലാണ്ട് അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രൂപമൊന്നുമല്ല, ആ രൂപത്തിന് അപ്പുറത്താണെന്ന്. അത് മനസ്സിലാക്കിയിട്ടാണ് ഗോപികമാർ പറയണേ, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനാണെന്ന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് പോകുമ്പോഴാണ് പിന്നെതാ മറ്റൊരാളെ വഴിയിൽ വെച്ച് കാണുന്നത്. അതാരാ? സാക്ഷാൽ രാധാറാണിയെ കാണുന്നു. രാധ എന്ന് പറഞ്ഞാൽ ആ പരമപ്രേമം തന്നെയാണ്. ഭഗവാന്റെ ആ രൂപം മറഞ്ഞു പോയതോടുകൂടി വിരഹത്തിൽ തപിച്ചുകൊണ്ടിരുന്ന അവരുടെ ഉള്ളിൽ ആ ഈശ്വരൻ തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ആത്മാവാണെന്നുള്ള സത്യം ബോധ്യപ്പെട്ട് അപ്പോൾ അവർക്ക് ആ പരമപ്രേമം ഉണ്ടായി അവരുടെ ഉള്ളിൽ. അതാണ് രാധാറാണിയുടെ കണ്ടുമുട്ടൽ. ആ പരമപ്രേമം ഉണ്ടായപ്പോൾ ഭഗവാൻ ആ മുന്നിൽ കണ്ടു. കാരണം പിന്നെ അവർക്ക് എല്ലാത്തിലും ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലായി. ഓരോരോ ഗോപികമാരും അവരുടെ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരൻ ഓരോരുത്തരുടെ ഉള്ളിലും ആത്മാവായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് രാസക്രീഡയിലെ ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണനുണ്ടായി എന്നുള്ളൊരു ഭാവം വരണേ. അതെന്തായാലും അവരെല്ലാവരും ആത്മസാക്ഷാത്കാരമാണ് ഉണ്ടായത്. ആനന്ദ നടനമാണ് അവിടെ ഉണ്ടായത് അല്ലേ? ആനന്ദ നടനം നൃത്തത്തിനുണ്ട് വ്യത്യാസം. സന്തോഷഭാവത്തിലല്ലേ? നമ്മൾ ശങ്കരമോഹനം കാണുമ്പോൾ അറിയാം, അവിടെ ആ ഭഗവാൻ പന്ത് കളിച്ച് രസിക്കുകയാണ്. എപ്പോഴാണ് കളിക്കുക? ആനന്ദം ആനന്ദഭാവമാണ്. അതായത് സാക്ഷാൽ സച്ചിദാനന്ദത്തെയാണ് അവിടെ ആ ശങ്കരൻ കാണുന്നതും അനുഭവിക്കുക. ആ സച്ചിദാനന്ദത്തെയാണ് കാണണത്, സച്ചിദാനന്ദത്തെയാണ് തൊട്ട് അനുഭവിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ശങ്കരനാരായണനായത്. അല്ലാണ്ട് കാമം കൊണ്ടൊന്നുമല്ല. നമ്മൾ പറയുന്ന കാമം കൊണ്ട് ആ ഒരു പെണ്ണിനെ പ്രാപിക്കുക എന്നൊക്കെ ഉള്ളതൊന്നുമല്ല. അത് താൽക്കാലികമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് പറയണു. അത് അത് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിച്ച് അതിനെ മാത്രം സ്വീകരിക്കുകയാണ് ചെയ്യണത് അല്ലേ? ഒരു വലിയ വീട് നമ്മൾ പണിയുമ്പോൾ ആ വീടിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വയ്ക്കുക. ആ മാതൃക ഉണ്ടാക്കിയ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഇത് ഇന്നതാണ്, ഇതിങ്ങനെ സ്കെച്ചൊക്കെ വരയ്ക്കുക. ആ സ്കെച്ച് നോക്കി എന്ത് മനസ്സിലാവാനോ? ഒന്നും മനസ്സിലാവില്ല. ആ വീടിൻ്റെ ഒരു സ്കെച്ച്. അപ്പോൾ എന്തെങ്കിലും ഒരു മാതൃക ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ കേവലം ഒരു മാതൃക മാത്രമാണ് ഇതിലൊക്കെ പറയുന്ന കഥകളുടെ ഉള്ളിലുണ്ടാകുന്ന ആ തത്വത്തിന്, അതായത് അതിനെ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ
സ്വയം വന്നിട്ട് സ്വയം ആവിരാസീത്. അങ്ങനെ വന്ന് ആ കൃഷ്ണൻ ഇറങ്ങി വന്നു നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക്. അങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളിൽ വന്നിട്ടാണ് അല്ലേ ആ വന്ന് ഓരോരുത്തർക്കും അനുഭവമാക്കുകയാണ്. പക്ഷെ ഓരോരുത്തരുടെയും ആ ജീവൻ്റെ പൂർവജന്മാർജിതമായ കർമ്മഭാവങ്ങൾക്കനുസരിച്ചിട്ട് ഒരേ അനുഭവം തന്നെ ഉണ്ടാവാം. അമ്മ പറഞ്ഞ അതേ അനുഭവം വേറൊരമ്മയ്ക്ക് ഉണ്ടാവാം. ഈ അമ്മ ഉൾക്കൊള്ളണ പോലെ ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം എന്താ, അവർക്ക് ഭാഗവതം കേട്ടിട്ടോ ഭഗവാന്റെ കഥകൾ കേട്ടിട്ടോ ഈ വക കാര്യങ്ങൾ അറിയില്ല. അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു പവർ അവർക്ക് വന്നിട്ടില്ല. അർജുനൻ എപ്പോഴും കൂടെ നടന്ന ഭഗവാന്റെ കൂടെ നടന്ന അർജുനന് പോലും ആ വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് മറയ്ക്കൂ, എനിക്ക് കാണാൻ ശക്തിയില്ല എന്നാണ് പറയണേ. നമ്മൾ വൃന്ദാവനത്തിലൊക്കെ ധാരാളം കഥകൾ കേട്ടിട്ടുണ്ടാവും. രാസക്രിയയുടെയൊക്കെ കാണാനായിട്ട് പലരും ഒളിഞ്ഞു നോക്കി കണ്ണ് പോയി, ചിലവർ മരിച്ചു പോയി. കാരണം എന്താ, കണ്ണ് പോവാന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ ശപിച്ചതൊന്നുമല്ല. ആ കണ്ണിന് ആ പവർ താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ആ ശരീരത്തിന് ആ പവർ താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ആ ശരീരം വിട്ട് അതിന് നമുക്ക് പവർ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതിനാണ് ഇങ്ങനെയുള്ള ഉപാധികളിലൂടെ കാണുക എന്ന് പറയുന്നത്. ഭാഗവതം, അതുപോലെ പുരാണ ഗ്രന്ഥങ്ങൾ, ഇതുപോലെയുള്ള മഹൽ വ്യക്തികൾ, സത്സംഗങ്ങൾ എന്നുള്ള ഉപാധികളിലൂടെ ഈശ്വരനിലേക്ക് ചെന്ന് അറിഞ്ഞ് ആ ഈശ്വരനെ അടുത്തറിയുമ്പോൾ ഈശ്വരൻ നമ്മുടെ എല്ലാവരെയും മുന്നിലും വരും. സാക്ഷാൽ മന്മഥനായിട്ട് നമുക്കെല്ലാവർക്കും അനുഭവമായിരിക്കും. അപ്പോൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ അതും ഓരോരുത്തരുടെയും അനുഭവം അനുസരിച്ചിരിക്കും, എങ്ങനെയാണ് അനുഭവിക്കണേന്ന് വെച്ചിട്ട്. കണ്ണുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചവരുടെ മുമ്പിലൊക്കെ കണ്ടുകൊണ്ട് കണ്ടണ്ട് നമ്മുടെ മുമ്പിൽ നടന്ന് തൊട്ട് പിന്നാലെ നടന്നതാണ് പൂന്താന മുത്തച്ഛനും അതുപോലെ കുറൂരമ്മയൊക്കെ. അവർക്ക് കാണാൻ സാധിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കും കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ അത്രയ്ക്ക് തീവ്രമായ ആഗ്രഹം ഭഗവാനിൽ നമുക്കില്ല. എന്തൊക്കെയാണോ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നത് അത് മതി, അതേ നമുക്കുള്ളൂ. അത് ഭഗവാനെ ഒരുപോലെ കാണാൻ സാധിച്ച രണ്ടുപേരാണ് വില്യമംഗലം സ്വാമിയാരും കുറൂരമ്മയും. വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ചെന്നത് വില്യമംഗലം സ്വാമിയാരുടെ അടുത്തേക്കാണ് വയറുവേദനക്കാരൻ. എൻ്റെ വയറുവേദന എന്നാ മാറുക എന്നൊന്ന് ചോദിക്കുമോ എന്നാണ് ആ വയറുവേദനക്കാരൻ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നാമായിരുന്നു, എന്തിനാ ഇതിനെങ്ങനെ ബുദ്ധിമുട്ടിക്കണേ, വയറുവേദനയൊന്നും മാറ്റി കൊടുത്തൂടെ എന്ന് ചോദിക്കാൻ തോന്നിയില്ല. അത് ആ ജീവൻ്റെ ഓരോ ജീവൻ്റെയും ആ വാസനയ്ക്ക് അനുസരിച്ചിട്ടാണ്. എന്താ ചോദിച്ചത്, അവർ ചോദിക്കാൻ പറഞ്ഞു. നമ്മൾ അതാണ് പറയില്ല, ചില കർമ്മങ്ങൾ ഹനുമാൻ സ്വാമി ചെയ്ത പോലെ. ഹനുമാൻ സ്വാമി അവിടെ പോയപ്പോൾ എന്താ പറഞ്ഞത്, സീതയെ കണ്ടുവരാനാണ് പറഞ്ഞത്. സീതയെ കണ്ടു, രാവണൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു, ലങ്ക ദഹിപ്പിച്ചു, അതൊക്കെ ചെയ്തിട്ട് എന്നിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, ഇതുപോലെ വേറൊരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഇന്നത് പറഞ്ഞാൽ പോയിട്ട് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും, അച്ഛൻ പറഞ്ഞു കൊച്ചിക്ക് പോകാൻ, ഇപ്പോൾ കയറ്റത്തിന് അങ്ങോട്ട് ഇറക്കത്തിന് അങ്ങോട്ട്, എന്തിനാണെന്നൊന്നും കേൾക്കില്ല, പോവുക വരിക, അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, അത് എന്തിനാണെന്ന്. അപ്പോൾ ഇവിടെ എൻ്റെ വയറുവേദന എന്നാ മാറാൻ ചോദിക്കുക, വേഗം ചോദിച്ചു എന്നാ മാറുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞത് മാറില്ല, അത് ജന്മജന്മാന്തരങ്ങളാണ്, ഈ ഒരു ജന്മം കൊണ്ടൊന്നും മാറില്ല. 2-3-4 ജന്മം കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ ഇയാളുടെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നായിട്ട് ഇനി അനുഭവിക്കാൻ അടുത്ത ജന്മത്തിലെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ ചെന്ന് പറഞ്ഞു. ആൾക്ക് ദുഃഖമൊക്കെ ഉണ്ടായി, എന്താ ചെയ്യാൻ, മാറില്ല എന്ന് ഭഗവാൻ പറഞ്ഞതല്ലേ. അതിന് പ്രതിവിധിയൊന്നും ഇല്ലേ ഭഗവാനെ എന്ന് ചോദിക്കാനും തോന്നിയില്ല. പക്ഷെ കുറൂരമ്മ വയറുവേദന ആകുമ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല. ഗുരുവായൂരപ്പൻ്റെ ഈ വെണ്ണ ഗുരുവായൂരപ്പന് നേരിച്ചത് കഴിച്ചോളൂ, മാറും. ആൾക്ക് സംശയം ഉണ്ടായില്ല, ഭഗവാന്റെ പ്രസാദം കഴിച്ചാൽ മാറും ഉറപ്പ്. അത് കഴിച്ചു, അത് മാറി. രണ്ടുപേരും ഭഗവാനെ കാണുന്നവരാണ്. രണ്ടുപേരുടെയും കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം. അപ്പം ഈശ്വരനെ അറിയണോണ്ടും മനസ്സിലാക്കണോണ്ടും മാത്രമല്ല, പണ്ഡിതന്മാരുടെ പല കഥകളും നമ്മൾ കേൾക്കാം. അത്രയും ഈശ്വരനെ അത്രയും പണ്ഡിതന്മാരായുള്ള ആൾക്കാരും ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഈശ്വരൻ്റെ കഥ, അല്ലെ, ഒരു കള്ളൻ്റെയും ഒരു ഭാഗവതാചാര്യൻ്റെയും കഥ നമ്മൾ കേട്ടില്ല. ആചാര്യൻ വർണ്ണിക്കണ കേട്ടാൽ ഭഗവാനെ ഹൃദയത്തിൽ ഇത്രയും പതിപ്പിക്കാൻ പറ്റിയ ഒരു ആചാര്യം വേറെ ഇല്ല.
അത്ര മനോഹരമായിട്ട് സർവാഭരണഭൂഷിതനായിട്ടുള്ള ഭഗവാനെ പറയും. അത് കേട്ട കള്ളന് ആ ആഭരണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആ കൃഷ്ണനെ കാണാൻ തോന്നി. എന്നിട്ട് വേഗം കത്തി വെച്ച് ചോദിക്കണം, എവിടെ നിങ്ങൾ പറഞ്ഞ ആ കൃഷ്ണനെ പറയാൻ പറഞ്ഞു. ആ ജീവനിലുള്ള കൊതി കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് വൃന്ദാവനത്തിലാണ്, അവിടെ പോയി അന്വേഷിച്ചാൽ മതി. നാളെ അന്വേഷിച്ച് വന്ന് അവിടെ മുഴുവൻ കൃഷ്ണനെ അന്വേഷിച്ച് നടന്നു. പക്ഷേ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ആഭരണങ്ങളൊക്കെ കൊടുത്തു, തന്നെ ഊരി കൊടുത്തു. ഭഗവാൻ ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു. എനിക്കിതൊന്നും വേണ്ട ഭഗവാനെ, എനിക്ക് ഇനി എപ്പോഴും ഈ രൂപം കണ്ടിരുന്ന അഭിമാനം. അത് പറ്റില്ല, ഇതല്ല കൊതിച്ചു വന്ന്, ഇത് തരാം. അതിനിയും ഒരുപാട് കാലം കൊതിച്ചിരിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ കൊതിച്ചിരുന്നാലേ കിട്ടുള്ളൂ. ഭഗവാനെ കണ്ട എല്ലാവർക്കും ഒരുപോലെയൊന്നുമല്ല അനുഭവങ്ങൾ. അങ്ങനെ ചെന്നതാ ഈ ആഭരണങ്ങളൊക്കെ കൊണ്ട് ആ പണ്ഡിതൻ്റെ മുമ്പിൽ നിരത്തി വെച്ചപ്പോൾ, ആ ഭാഗവത ആചാര്യൻ്റെ മുമ്പിൽ നിരത്തി വെച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പറയും, ഇതുപോലെ എന്നെ കാണാൻ നിങ്ങൾ കൊതിച്ചിട്ടില്ല. കഥയിൽ ഞാൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ കഥയിലുള്ള എന്നെ കാണാൻ കൊതിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ എന്നെ കാണാൻ സാധിക്കുക എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഭാഗവതത്തിൽ ഭഗവാൻ അശരീരി കേട്ട എത്രയോ പേരുണ്ടായിരുന്നു അല്ലേ? 8ാമത്തെ പുത്രൻ വധിക്കുന്നു. അന്ന് തൊട്ടിട്ട് കംസൻ കാത്തിരുന്നു. എങ്ങനെ കംസൻ കാത്തിരുന്നു? വൈരാഗ്യബുദ്ധിയോടുകൂടി കാത്തിരുന്നു. ആ വൈരാഗ്യബുദ്ധിയോടുകൂടി കംസൻ കാത്തിരിക്കുന്നു. അപ്പോൾ ആ ജനിച്ച ഉടനെയൊന്നും കംസന് കാണാൻ സാധിച്ചില്ല. കാരണം അങ്ങനെയാകുമ്പോൾ അതിന് ആദ്യം ഒരു 8 വർഷത്തോളം അല്ലേ, ഉണ്ണി ഉണ്ടാവണ ഒരു 8-9 വർഷം കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഒരു 12 വർഷം വേറെ. ഇത്രയും കാലം ഭഗവാനെ മാത്രം ചിന്തിച്ചിരുന്നിട്ടേ ആ കംസനെ കാണാൻ സാധിച്ചുള്ളൂ. കൃഷ്ണനെ കാണാൻ കംസന് സാധിച്ചുള്ളൂ. എന്നാൽ പ്രസവിച്ച ഉടനെ ആ ദേവകിക്കും വസുദേവനും ആ നിമിഷം കാണാൻ സാധിച്ചു. 8 വർഷം ദേവകിയും വസുദേവനും അല്ലെ, എത്രയോ പ്രാരാബ്ധങ്ങൾ, എത്രയോ ദുഃഖങ്ങൾ കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തെങ്കിലും ആ ശരീരിയെ സത്യമായിട്ട് അവരെടുത്തു. ഞങ്ങളുടെ അടുത്തേക്ക് വരും, ഭഗവാൻ വരും എന്ന് ഉറപ്പിച്ച് കാത്തിരുന്നു. ആ കൃഷ്ണൻ മൂലമാണ് 6 മക്കള് വധിച്ചത്. 7ാമതൊരു ഉണ്ണി അലസിപ്പോയി. അത്രയല്ലേ അവർക്ക് അറിയുള്ളൂ. എന്നിട്ട് പോലും ഒരിക്കൽ പോലും ആ വസുദേവരോ ദേവകിയോ ചോദിച്ചു, എന്നാലും ഞങ്ങളുടെ 6 മക്കളെ ഇങ്ങനെ നിഷ്കരണം വധിക്കാൻ കാരണം നീയല്ലേ? ഞങ്ങൾ എന്ത് മഹാപാപം ചെയ്തു? 7ാമത്തെ ഉണ്ണിയെ കാണാനും കൂടി പറ്റിയില്ല. പരിഭവം പറഞ്ഞിട്ടുണ്ടോ? പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് കാത്തിരുന്ന് 8ാമതായാലും വരും, ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് കാത്തിരുന്നു. അതുകൊണ്ട് അവർക്ക് വന്ന ഉടനെ കാണാൻ പറ്റി, ആ സാക്ഷാത്കാരം അനുഭവിക്കാൻ പറ്റി. അതേ സമയം തന്നെ ഉണ്ടായിരുന്നു അവിടെ കാവൽക്കാരും കാത്തു നിന്നത് ഈ കൃഷ്ണനെ തന്നെയാണ്. കംസനും കാത്തു നിന്നത് ഈ കൃഷ്ണനെ തന്നെയാണ്. കംസന് കിട്ടിയ ദർശനം പോലെയല്ല കാവൽക്കാർക്ക് കിട്ടിയതല്ലേ. കാവൽക്കാർ കണ്ടുകയില്ല, അവരുറങ്ങിപ്പോയി, അവർക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചും ഓരോ ജീവൻ്റെ കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ചിട്ടുമാണ് നമ്മളുടെ ഓരോ ജീവൻ്റെയും ഗതി. അല്ലെ, ഒരു ജീവന് നമുക്ക് എത്ര ആ ഭഗവാനെ വേണം എന്ന് എത്ര ഇച്ഛയുണ്ടോ അതനുസരിച്ച് മാത്രമേ ഭഗവാനെ ലഭിക്കുകയുള്ളൂ. അല്ലാണ്ട് കിട്ടില്ല ഭഗവാനെ. നമ്മുടെ ആ ഭക്തി കൊണ്ട് അല്ലെ, ഒരു പുഷ്പാഞ്ജലി സമർപ്പിക്കുകയായാലും ഒരു നെയ്വിളക്ക് സമർപ്പിക്കുകയായാലും അത് ആ ഭഗവാനിലേക്ക് നമ്മളുടെ പരമപ്രേമമാണ്. എൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിനെ ഞാനിതാ സമർപ്പിക്കണു. എൻ്റെ ഉള്ളിൽ വിരിഞ്ഞ ആ ഭക്തിയുടെ പൂക്കളാണ് ഭഗവാനെ ഞാനിതാ ഈ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യാലേ. രോഗങ്ങൾ വന്നാൽ, ദുരിതങ്ങൾ വന്നാൽ, കാര്യസാധ്യത്തിന് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഭഗവാന് ഒട്ടും അയലോക്കത്തുള്ള ഒരാളെ പോലും ഒരു ജ്യോത്സ്യനെ വിശ്വസിക്കുന്ന അത്ര പോലും നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്നില്ല. ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ പറയണം, അപ്പോൾ പറയാം നമുക്ക് കഷ്ടകാലമാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ആ വഴിപാട് ചെയ്യണം, ഈ വഴിപാട് ചെയ്യണം. ആ ജ്യോത്സ്യൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ഈ വഴിപാടൊക്കെ ചെയ്യും. അപ്പോൾ ജ്യോത്സ്യം പറയാണ്, ഒരു ഇങ്ങനെ പാൽപ്പായസം കഴിക്കണം, അവിടെ ഈ ദുഃഖങ്ങളോ ദുരിതങ്ങളോ മാറാൻ. അപ്പോൾ നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിക്കും, എൻ്റെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിയാൽ ഞാൻ ഈ പാൽപ്പായസം തരാം.
അങ്ങനെയാണ്. ആദ്യമേ തന്നെ സമർപ്പിക്കില്ല, മാറിയാലേ കൊടുക്കുള്ളൂ. കാരണം എന്താ, മാറിയില്ലെങ്കിൽ കൊടുക്കില്ല. ഭഗവാൻ അത്ര വിശ്വാസമില്ല. ചിലപ്പോൾ പാൽപ്പായസമൊക്കെ കുടിച്ചിട്ട് കോഴിക്കോടുള്ള ആൾക്കാർ പറയണല്ലോ മൂപ്പര് നമ്മളെ പറ്റിച്ചാലോ. കോഴിക്കോടുള്ളവർ ഭഗവാനോട് അത്ര ഇഷ്ടമായിട്ട് വർത്തമാനങ്ങൾ എന്നോട് പറഞ്ഞതാണ്. അവർക്ക് അവിടെയുള്ള കോഴിക്കോട് എൻ്റെ കൂടെ സഹായത്തിന് വന്നിരുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം താമസിച്ച ക്വാർട്ടേഴ്സിലായിരുന്നു. അവിടെ കുറച്ചും കൂടെ നീങ്ങി പോന്നു. അപ്പോൾ രാവിലെ ഒരു ദിവസം കുറച്ച് പണിയുണ്ടായപ്പോൾ അവരോടൊന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ വന്നു. ഒരു ചേച്ചിയെ, ഞാനിന്ന് രാവിലെ വരുമ്പോൾ തന്നെ നേരത്തെയല്ലേ വരണേ, അവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറി മൂപ്പര് കുളിക്കുകയായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞതാണ്. അപ്പോഴേ കുളിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് കുറവായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നാണിക്കൊന്നും വേണ്ടടാ, എൻ്റെ വീട്ടിലുണ്ട് കുട്ടികളൊന്നും. അപ്പോഴാണ് മൂപ്പരുടെ മുഖം ഒന്ന് തെളിഞ്ഞ്. അത്രയും അവരുടെ ഭാവം. നമുക്കുണ്ടോ അങ്ങനെ ഒരു ഭാവം? പണിക്ക് വരുന്നതാണ് പറഞ്ഞത്. പണിക്ക് വരുന്ന അതിന് ഭാഗവതം അറിയില്ല, ഒന്നും അറിയില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഞാനത് എപ്പോഴും ആലോചിക്കും ഭഗവാന്റെ മുമ്പിൽ. അപ്പം അങ്ങോട്ട് എന്നെ കാണുമ്പോൾ കുറവായി. അപ്പം ഞാൻ നീ നാണിക്കൊന്നും വേണ്ടടാ, എൻ്റെ വീട്ടിലും കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് മൂപ്പരൊന്ന് ചിരിച്ച് എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ്. ആ ഒരു ഭാവമാണ്. അങ്ങനെ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവമൊന്നുമില്ല. നമുക്കുള്ള ഭാവം എന്താ വെച്ചാൽ ഒരഹംഭാവം. ഞാൻ നാമം ജപിക്കും, ഞാൻ ഭാഗവതം വായിക്കും, ഞാൻ കഥ പറയും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ 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 എന്നുള്ള ഭാവം. ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണം ഇഹ എന്ന് പറയുമ്പോഴും കൂടി നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന് മാത്രമേ, അതുകൊണ്ട് മാത്രമേ അത് പറയണുള്ളൂ. ഭാഗവതത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ കഥാമൃതം വായിച്ചപ്പോൾ പറഞ്ഞു, വാക്കുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. അതായത് നമ്മൾ വെറുതെ നമ്മുടെ ഉള്ളിൽ അഹംഭാവം മാറിയിട്ടൊന്നല്ല, എന്നാലും നാവുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ കാര്യങ്ങളെ നീ ഏറ്റെടുത്ത് അനുഗ്രഹിച്ച നിന്റെ കാരുണ്യം എത്ര വലുതാണെന്ന്. അപ്പോൾ വാക്കുകൊണ്ടെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? അതന്നെ ഒരു ഭാഗ്യം. എപ്പോഴെങ്കിലും ആ ഈശ്വരൻ്റെ ആ കഥകൾ അതിനു വേണ്ടിയിട്ടാണ്. ഈശ്വര കഥകൾ. അപ്പോൾ എത്ര ദിവസമായാലും നമ്മൾ കഥകൾ അതിനു വേണ്ടിയിട്ടാണ്. ഓരോന്നും വായിക്കുമ്പോൾ നമ്മൾക്ക് അതാണ്. ഭാഗവതമായാലും എന്തായാലും നമ്മളത് വായിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ അതിനെ നമുക്ക് അനുഭവം ആവണുണ്ടോ? ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ അനുഭവം ആവണുണ്ടോ? അത് ഇത്ര പ്രാവശ്യം. ഞാൻ കോഴിക്കോടുള്ള സമയത്തൊരു മാമി പറഞ്ഞു, ഞാൻ എത്രയും കണ്ട് സപ്താഹം 25 സപ്താഹം വയസ്സായതാ, 25 സപ്താഹം ഒരുമിച്ച് 25 സപ്താഹം കേട്ടിട്ടുണ്ട് അന്നേ കാലത്ത്. ഞാൻ 1ാമത്തെ സപ്താഹം കേൾക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് അവരുടെ 25ാമത്തെ സപ്താഹം. എനിക്ക് അത്ഭുതം തോന്നിച്ചില്ല. 25ാമത്തെ സപ്താഹം ഒക്കെ കേൾക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും വേണ്ട, പുസ്തകം വേണ്ട, ഒന്നും വേണ്ട. അവർ ഈ സപ്താഹാചാര്യന്മാർ പറയണതിനൊപ്പം ഇതിങ്ങനെ കേൾക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് എനിക്കപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് തുണിയിട്ടിട്ട് പോയിട്ട് അത് മാറ്റി. അവിടെ ഭയങ്കര വഴക്കാണ് അവിടെ നടന്നത്. അപ്പം നമ്മൾ അല്ല, അപ്പം അന്ന് ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇത്രയും സപ്താഹം കേട്ടിട്ട് നമ്മളൊന്നും കേട്ടിട്ടില്ല. അപ്പം അതെന്തിനാ അങ്ങനെ തല്ലൂടണേ എന്നുള്ളത് നമുക്ക് അന്നും അറിഞ്ഞിട്ടല്ലെങ്കിലും പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടല്ലോ. അപ്പം ഇത് നമ്മുടെ വേറൊരാളെ, അന്ന് നമുക്ക് വേറൊരാളെ നോക്കാനാണ് തോന്നിയത്. പക്ഷെ കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ടല്ല, അവനോനിലേക്ക് തിരിഞ്ഞ്. അതിനാണല്ലോ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കണേ. നമ്മുടെ ശരി, നമ്മുടെ തെറ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ തെറ്റിനെ തിരുത്തി നമുക്ക് സ്വയം ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊന്നും. അല്ലാണ്ട് മറ്റുള്ളവരെ ശരിയാക്കാനോ മറ്റുള്ളവരെ നേരെയാക്കാനോ ഒന്നും പറ്റില്ല. ആര് വിചാരിച്ചാലും ഇപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അറിയാം, ഇവിടെ ഇരിക്കുമ്പോൾ പറയും ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ, ഈ ഒരു സപ്താഹവേദിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഈ കഥ പറയാൻ കാരണം ഭാഗവതം വായിക്കാൻ അറിഞ്ഞിട്ടല്ല. എനിക്കറിയില്ല ഭാഗവതം വായിക്കാൻ. അതെന്താണെന്ന് അത് വായിച്ച് കുറച്ച് കാലമൊക്കെ ഞാൻ അങ്ങനെ വായിച്ചേർന്നൊക്കെ ചെയ്തു. എന്താണെന്നറിയില്ല, എനിക്ക് കഥ പറയുമ്പോഴാണ് വല്ലാണ്ട് ഒരു ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ആ കഥയിലേക്കാണ് വല്ലാത്തൊരിഷ്ടം. അപ്പോൾ അത് കാരണം കൊണ്ട് അത് അങ്ങനെയാണ്. എന്നാലും ആ സപ്താഹവേദികളിലും ഓരോ ദിക്കിലിരുന്ന് വായിപ്പിക്കുന്നത് ഭഗവാന്റെ കാരുണ്യമാണ്. അങ്ങനെ വന്ന് ഇരുന്ന് വായിക്കാൻ സാധിക്കാൻ കാരുണ്യമാണ്. അതിനൊരു നിമിത്തം പോലെ വന്നത് ഇതുപോലൊരു മാധ്യമമാണ്. അപ്പോൾ ഇതിലൂടെ കണ്ടിട്ടും കേട്ടിട്ടുമാണ് പലരും, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും പരിചയപ്പെട്ടത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയാണ് ഇതിനെ ഉപേക്ഷിക്കുക. ഇതെന്താ കാര്യം എന്ന് തോന്നി. ഇതൊന്നുമല്ല
അനുഭവം എന്ന് വെച്ചാൽ ഇതിനെ ഉപേക്ഷിക്കാൻ വെച്ചാലും ഭഗവാൻ ചിലപ്പോൾ ഇതൊരു നിയോഗം പോലെ തന്നേക്കണതാണോ എന്ന് എനിക്ക് അറിയില്ല. എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ അപ്പോൾ ആരെങ്കിലുമായിട്ട് പറയും ഞങ്ങളുടെ ഇതുകൊണ്ടാണ് കോവിഡ് കാലം തൊട്ടിട്ട് കേട്ട് തുടങ്ങിയതാണ്, ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി. അത് കഴിഞ്ഞ് ഭാഗവതം കേട്ട് ഭാഗവതം പഠിച്ച് ഭാഗവത സപ്താഹത്തിലെ സഹാചാരിയായിട്ട് പോയവർ വരെ ഉണ്ട്. അത്രയും അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഭഗവാന്റെ ഒരു കാരുണ്യം അതിൽ എന്നെ അങ്ങനെയൊന്നും നേരെയാക്കാൻ പറ്റില്ല എന്ന് ഭഗവാന് മനസ്സിലായിട്ടോ എന്താവോ അതിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്തിയേക്കുക. എപ്പോഴെങ്കിലും നേരെയാവുമായിരിക്കും ചേട്ടാ ഞാനും ഇരിക്കണം, അല്ലാണ്ട് അല്ല എപ്പോഴെങ്കിലും നേരെയാവുമായിരിക്കും. കാരണം നമുക്കപ്പുറം നമ്മളുടെ കഴിവുകൾ, അതായത് നമ്മളുടെ ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുക ഭഗവാന്റെ മുമ്പിലിരിക്കുമ്പോഴാണ്. അങ്ങനെ മനസ്സിലാകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തിരുത്താനും കൂടി നമ്മൾക്ക് സാധിക്കുക. എനിക്ക് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഭഗവാനെ എന്താ തിരുത്താൻ പറ്റാത്തതെന്ന് ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഭക്തി നമുക്കൊന്നുമില്ല, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ നമ്മളൊന്നും ഭക്തി എന്ന് പറയണത് എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് അറിഞ്ഞിട്ടില്ല ഭക്തി എന്ന് പറയുന്നത്. വാചകടിച്ചിട്ടൊന്നും കാര്യമില്ല. അവരവരുടെ ഉള്ളിലത് നിറയണം, അവരുടെ ഉള്ളിൽ അത് അത്രയും അനുഭവം ആവണം. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തിയുടെ തലത്തിലേക്ക് പിന്നെ ഇത് കുറേ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞോണം എപ്പോഴെങ്കിലും ഒരിക്കൽ ആ ഭഗവാനൊരു കാരുണ്യം തോന്നിക്കഴിഞ്ഞിട്ട് ആ ഒരു നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാത്രമേ അത് മാത്രമേ ഉള്ളൂ, പറയാനൊന്നും കിട്ടില്ല. അതാണ് ചോദിക്കുന്നത്. അതാണ് ഭഗവാന്റെ ആ ഒരു കാരുണ്യം എന്ന് പറയുന്നത്. ഓരോ കഥകളിലൂടെയും നമ്മൾ ആസ്വദിക്കുക. ആദ്യം കഥകൾ ആസ്വദിച്ച് ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തെളിയാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് സാധിക്കില്ല. ഓരോ കഥകളിലൂടെയും കടന്നു പോകുമ്പോഴും അതാണ് ആലോചിക്കുക. ആ വൃന്ദാവനത്തിലൂടെയൊക്കെ എത്രയോ തവണ, ഒരു തവണ വൃന്ദാവനത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചത്, ഒരു തവണ മാത്രം ആ വൃന്ദാവനത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചു. എത്ര തവണ വൃന്ദാവനത്തിലേക്ക് പോയി എന്ന് എനിക്ക് അറിയില്ല. അത്രയും കാരുണ്യം ഭഗവാൻ ഓരോ തവണയും ഓരോരോ അനുഭവങ്ങളിലൂടെ ആ വൃന്ദാവനത്തെ അനുഭവമാക്കി തന്നു. ഒരു തവണ വൃന്ദാവനത്തെ വിട്ട് പിരിഞ്ഞ് എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് ഒരു തവണ ചെന്നപ്പോൾ ഒരുപാട് കരഞ്ഞു. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ആ വൃന്ദാവനത്തിൽ പോവാതിരിക്കുക എന്നുള്ളത്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ അടുത്ത തവണ ചെന്നപ്പോൾ അതിനുള്ള ഒരു ഉത്തരം ഭഗവാൻ തന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തവണ ആഗ്രഹിച്ചിട്ട് ഇത്രയും കിട്ടിയില്ല. ഇനി ആ വൃന്ദാവനം അവനവൻ്റെ ഉള്ളിൽ ആ വൃന്ദാവനം ഉണ്ടാവണം. എവിടെ ഇരിക്കണോ അവിടെ ആ വൃന്ദാവനമായിട്ട് തീരണം. അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അത് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാലും ഒരു പെടച്ചിലാണ്, അവിടേക്ക് എത്താൻ പറ്റണില്ല. അപ്പോൾ ഈ വർഷം ഓരോരുത്തർ പോകുമ്പോഴും വല്ലാത്തൊരു പെടച്ചിൽ. പക്ഷെ എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടാവും. രാധാറാണിയുടെയും ആ കൃഷ്ണൻ്റെയും കാരുണ്യാണ് എല്ലാം ആ കാരുണ്യാണ്. ഓരോ തവണ ഉണ്ടായത് ആ കാരുണ്യാണ്. ഓരോ തവണത്തെ അനുഭവം ആ കാരുണ്യാണ്. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നല്ലതും ചീത്തയായിട്ടുള്ള ആ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ഭഗവാന്റെ ആ കാരുണ്യം. അപ്പോൾ വന്നു ചേരണതെല്ലാം ഭഗവാന്റെ കാരുണ്യാണ്. നന്മയായാലും തിന്മയായാലും അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവം കൊണ്ട് നല്ലതാണ് ചീത്തയാണെന്നൊക്കെ നമ്മൾ വേർതിരിക്കുക. നന്മയും തിന്മയൊന്നും ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ഭഗവാന്റെ ആ പരമമായ കാരുണ്യം. ആ കാരുണ്യം എപ്പോഴും ഉണ്ടാവാൻ അതിനു വേണ്ടിയിട്ടാണ് നാമം ജപിക്കേണ്ടത്. എത്ര നാമം ജപിച്ചാലും മതിയാവാണ്ട് നാമത്തിൽ നാവിനൂരതി നാമത്തിലാകണം, നാമി എന്നുടെ മാനസേ വാഴണം, നാസയെപ്പോഴും അർച്ചനാ പുഷ്പങ്ങൾ വസനിക്കുവാൻ മാത്രമായിടണം. ഓരോ ഭക്തന്മാരുമാണ് ആ വാസനാ പുഷ്പങ്ങൾ. ഓരോ ഭക്തന്മാരുടെ ഉള്ളിൽ നിന്നും വരുന്ന ഈശ്വരൻ്റെ ആ ഭക്തിഭാവത്തിനെ ആസ്വദിക്കാൻ
നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്. ഓരോന്നും അങ്ങനെയാണ്, ഓരോ വാക്കിലും ഓരോ നോക്കിലും. എവിടെയാണ് ഭക്തി, എവിടെയാണ് സത്സംഗം, എവിടെയാണ് കൃഷ്ണകഥകൾ, എവിടുന്നാണ് അനുഭവിക്കാൻ പറ്റുക? എവിടുന്ന് കൃഷ്ണനെ അനുഭവിക്കാൻ പറ്റും? എവിടുന്ന് കൃഷ്ണനെ കിട്ടും? എവിടുന്ന് ആ കൃഷ്ണാനുഭവം ഉണ്ടാവും? കാരണം കൃഷ്ണൻ നമുക്ക് ആനന്ദമാണ്. ആനന്ദ അനുഭവം എവിടുന്നാണ് അനുഭവമാവുക എന്നുള്ളത് മാത്രമായിരിക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ ത്വര. അതിനു വേണ്ടിയിട്ടാവണം. നമ്മൾ പ്ലാൻ ഇടുന്ന പോലെ ഒന്നും അല്ലാതെ കാര്യങ്ങൾ നടക്കണം. ഇപ്പം ഞങ്ങൾ ഇവിടെ ബോംബെയിൽ വരണമെന്ന് 3 വർഷം മുമ്പ് ഇവിടെ വന്ന് സത്സംഗം നടത്തണം എന്ന് ക്ഷണിച്ച് പോന്നിട്ട് 3 വർഷമായിട്ടും എത്തിച്ചേർന്നത് ഈ സമയത്താണ്. ഭഗവാൻ ഒരുപാട് ഇങ്ങനെ കൊതിപ്പിച്ചു. അവിടെ പാണ്ഡുരംഗൻ്റെ കഥകളിലൂടെ കൊതിപ്പിച്ചു. ആ പറഞ്ഞ അന്ന് തന്നെയാണ് അവിടെ പാണ്ഡുരംഗൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്ന് ഗുരുവായൂർ പാണ്ഡുരംഗനായിരുന്നു ചന്ദനം ചാർത്തിയത്. ഇങ്ങനെയൊക്കെ പല വിധത്തിൽ കൊതിപ്പിച്ചു. അവസാനം പറഞ്ഞു സമയമായിട്ടില്ല എന്ന്. കാരണം ഒരു ജപത്തിൻ്റെ കുറവാവും, നാമജപത്തിൻ്റെ, അതെ നമ്മുടെ ജപത്തിൻ്റെ കുറവാവും. അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാൻ കരുതിയിട്ടുണ്ടാവും ഇതിലും നല്ല ഒരു അവസരം. കാരണം എപ്പോഴും അങ്ങനെയാണ്. ഭഗവാൻ ഒരിക്കലും നമ്മളെ താഴ്ത്തുകയല്ല ചെയ്യുക, ഉയർത്തേ ചെയ്യുള്ളൂ, ഉറപ്പാണ്. അപ്പം അത് ഏത് വിധത്തിലാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയായാലും അതും ഭഗവാന്റെ കാരുണ്യം. എല്ലാം ഈശ്വരൻ്റെ കാരുണ്യം മാത്രമാണ്. ഒരുപാട് ആ കാരുണ്യത്തിൽ നമുക്കും വേണ്ടതും ഏത് സമയവും ആ നാമം ജപിച്ചുകൊണ്ടിരിക്കാനും. കാരണം ഇനി മതി ഈ ലൗകികമായിട്ടുള്ള ഈ ആസക്തികളുടെയൊക്കെ പിന്നാലെ ഇത്ര കാലം പോയിട്ട് എന്താ നേടിയെന്ന് തോന്നുക? ഒന്നും നേടിയിട്ടില്ല. നമുക്ക് വെറുതെ തോന്നുകയാണ് അതൊക്കെ നേടിയില്ല. ഒന്നും നേടിയിട്ടില്ല. നമ്മൾ ഒന്നും ശാശ്വതമല്ല. ഏതാ ശാശ്വതമുള്ളത്? കഴിഞ്ഞ ദിവസം ഈ ഞാൻ ആ കഥ പോയി അവിടെ ഭണ്ഡാരപ്പൂർ പോയിട്ട് വന്നിട്ട് പറയണം എന്ന് വിചാരിച്ചിരുന്നൊരു കഥ. അതുപോലും ഭഗവാൻ എനിക്ക് തന്നു കഥ. അതിൽ ഒരു ജാനാബായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മയുടെ കഥ. അത് വായിച്ചപ്പോൾ അതിൽ ആ ചെറിയ കുഞ്ഞ് ആദ്യമായിട്ട് ഭണ്ഡാരപ്പൂർ പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഭഗവാനെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാനിനി തിരിച്ച് വീട്ടിലേക്കില്ല, അച്ഛനും അമ്മയും പൊക്കോളൂ എന്നാണ് പറയണത്. എന്ത് ചെയ്താലും ഞാനിനി തിരിച്ച് വീട്ടിലേക്കില്ല എന്ന് പറയണു. അപ്പോൾ ഇവർ കുറേ പറഞ്ഞു, നീ വരണം, അച്ഛനും അമ്മയ്ക്കും നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞല്ലേ, അപ്പോൾ കാണാണ്ടായ സങ്കടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ശരി ഞാൻ വരാം. ജീവിതത്തിൽ ഒരിക്കലും എന്നെ പിരിയാണ്ടിരിക്കുക, അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവുമോ? ഇനി ഒരിക്കലും എന്നെ പിരിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവുമോ? ഇനി അതും പോട്ടെ, ഇപ്പം എനിക്ക് 6 വയസ്സായി, 6 വർഷം കൂടി കഴിഞ്ഞാൽ ഇനി എന്നെ വിവാഹം കഴിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പിരിയില്ല, അപ്പോൾ നിങ്ങൾക്ക് വിരഹ ദുഃഖം ഉണ്ടാവുമോ? എന്നെ ജീവിതകാലം മുഴുവനും സംരക്ഷിക്കുന്നു പറഞ്ഞ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞേക്കണം. ആ ഭർത്താവ് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാനുണ്ടാവുമെന്ന് ഇപ്പം നിങ്ങൾ എന്നെ കൊണ്ടുപോയി ഇത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കുന്നു നിങ്ങളുടെ കൂടെ, അപ്പോഴും ഞാനില്ലാണ്ടായെങ്കിൽ നിങ്ങൾക്ക് വിരഹം ഉണ്ടാവില്ലേ എന്നൊരു കുഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത ആലോചിച്ച് നോക്കൂ. അപ്പം നമുക്കൊക്കെ എവിടെയാണ് ഭക്തിയിൽ തീവ്രതയുള്ളത്? അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു ശരി, അവിടെ ഭയങ്കര തിരക്കാ, പോകണ്ടെന്ന് പറഞ്ഞു ശരി, അപ്പോഴും നമ്മുടെ ഉള്ളിലൊരു വിരഹ ദുഃഖം. എന്നാലും ഭഗവാൻ എന്നെ കൊതിപ്പിച്ചില്ല എന്ന് പോലും ചോദിക്കാൻ തോന്നിയില്ല. അത്രയും വിരഹ ദുഃഖമൊന്നുമില്ല നമുക്ക്. പിന്നെ എങ്ങനെയാണ് നമ്മളെ അങ്ങോട്ട് എത്തിക്കുക? അപ്പം അതുപോലെ പരിപക്വമാവണം നമ്മുടെ ഹൃദയം. അപ്പം ഭഗവാൻ എത്തിക്കും, ഉറപ്പായിട്ടും എത്തിക്കും. അതാണ് ഭഗവാൻ നമ്മളെ പരിപക്വമാക്കുകയാണ്. ഓരോ അനുഭവങ്ങളിലൂടെയും ജീവിതത്തിൽ നമ്മൾ പരിപക്വമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സത്യത്തിനെ തിരിച്ചറിയാനാണ് ഓരോ സത്സംഗവും. അതിനെ അനുഭവിച്ചറിയാണ് വേണ്ടത്. അപ്പം അത് അനുഭവിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും പരിപാവനമായിട്ടുള്ള ഈ ഒരു സന്നിധിയിൽ ഭാഗവതം സപ്താഹം പരിപൂർണമായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞൂടെ ഈ ഒരു സന്നിധിയിലിരുന്ന് കലിസന്തരണ ഉപനിഷത്ത് മന്ത്രമായിട്ടുള്ള ഹരേ രാമനാമം
കുറച്ച് സമയം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ജപിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിലുണ്ടായ ഓരോ ചിന്തകളും നമ്മളുടെ ഉള്ളിൽ ഭക്തിയോ വിഭക്തിയോ എന്താ തോന്നിയ തോന്നലുകളും ഒക്കെ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയില്ല, നമുക്ക് അത് വേണം ഇത് വേണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരം ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണ് വന്നു ചേരണമെന്നൊക്കെ ഈശ്വരേച്ഛ മാത്രമാണ്. അപ്പം എല്ലാം ആ ഈശ്വരേച്ഛ. അത് നമ്മുടെ മനസ്സ് വേറെ എവിടെയും അലഞ്ഞു തിരിയാണ്ട് ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗേ ഈ കലികാലത്തുള്ളൂ. കലികാലത്ത് ഭഗവാന്റെ നാമം ജപിക്കുക. കലിസന്ധരണം അതും ഉറക്കെ തന്നെ ജപിക്കണം. ഉറക്കെ ജപിച്ചാൽ മാത്രമേ അഹം എന്നുള്ളത് നമ്മളെ വിട്ടുപോവുള്ളൂ. അത് വിട്ടുപോവാതെ കണ്ട് പരിപൂർണമായിട്ട് വിട്ടുപോവാതെ കണ്ട് ഭഗവാൻ പറഞ്ഞ പോലെ ഭഗവാനെ കിട്ടില്ല. ഭഗവാനെ കൃഷ്ണനെ അനുഭവിക്കണം എന്ന് നമ്മുടെ ഉള്ളിൽ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വിട്ടുപോവുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ആദ്യം നമ്മുടെ സ്പർദ്ധ തീരാൻ വേണ്ടിയിട്ട് നാമം ജപിക്കുക. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുക. എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട് കഴിയാൻ ആ ഒരു മനസ്സ് നമുക്ക് വന്നു ചേരുക. അതൊക്കെ തന്നെയാണ് വേണ്ടത്. ഇതിനൊക്കെയുള്ളൊരു ഉപാസനാ മാർഗം തന്നെയാണ് നാമജപം. ഗോപികുമാർ ചെയ്ത പോലെ ഓരോ പ്രവൃത്തിയിലും കൃഷ്ണനെ കാണുക. അവർക്കെല്ലാം എപ്പോഴും ആ കൃഷ്ണ ദർശനത്തിനായിട്ട് കൊതിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ കുറേ കൊതിക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കൃഷ്ണ ദർശനം അവർക്ക് അനുഭവമായിട്ട് തീരും. ആ കൃഷ്ണ ദർശനം ഉദ്ധവര് ഓരോ ഗോപികമാരുടെയും ഓരോ രോമകൂപങ്ങളിലും ശ്രീകൃഷ്ണനെ ദർശിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ആ ഭക്തി നിറഞ്ഞ ആ ഒരു ഭാവമാണ് ആ ദർശനത്തിലുണ്ടായത്. അതുപോലെ നമുക്ക് അവരുടെയൊക്കെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് നാമം ജപിക്കാം. നാമം ജപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാമേശ്വര.